ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ഓൾ. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് റോഡ് ടു സക്സസ് സെഷൻ ആണ്. ഓക്കെ, നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ലേൺ വൈസിന്റെ 8th വേർഷൻ ഓഫ് ഓറിയന്റേഷൻ സീസണിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സീസണിലെ നമ്മളുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഡിസ്കവർ ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു സീസണിൽ നമ്മുടെ തീം എന്ന് പറയുന്നത് ഡിസ്കവർ ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ നമുക്ക് സെഷന്റെ നെയിം നമ്മൾ നോക്കിയാൽ അറിയാം, റോഡ് ടു സക്സസ്. ഇവിടെ റോഡ് ടു സക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ, അതായത് നമ്മളിപ്പം നിങ്ങൾ എല്ലാവരും തന്നെ BCA കോഴ്സിനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ സക്സസ്ഫുൾ കംപ്ലീഷന് ശേഷം നമുക്ക് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുക, ഓക്കെ, നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ നമ്മളുടെ അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ട് ഹയർ സ്റ്റഡീസിനെ പറ്റിയും ഒക്കെ തന്നെ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾക്ക് ഫ്യൂച്ചറിൽ ഉള്ളത്, ഓക്കെ, ഇതിനെപ്പറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് ഈ ഒരു സെഷൻ. ഓക്കെ, അപ്പം ഈ ഒരു സെഷന് ലാസ്റ്റിൽ നമുക്കൊരു Q&A സെഷൻ ഉണ്ടായിരിക്കും. അതിലും നമ്മളുടെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളോടൊപ്പം ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് നാസിം സാർ ആണ്. സാർ ഒരു UI/UX ഡിസൈനർ ആണ്. ഓക്കെ, UI/UX ഡിസൈൻ എക്സ്പേർട്ട് ആണ് സാറ്. സാറ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിനെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. സാറിനോടൊപ്പം തന്നെ നമ്മളോട് ഒപ്പം ഈ ഒരു സെഷനിൽ വന്നിട്ടുള്ളത് നമ്മളുടെ ലേൺ വൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്റർ കം ഫാക്കൽറ്റി ആയിട്ടുള്ള സ്നേഹ മാമും നമ്മളോടൊപ്പം ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മാമിനെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്കറിയാം BCA എന്ന് പറയുന്ന ഒരു കോഴ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയയാണ് അല്ലെ. നമ്മളുടെ കമ്പ്യൂട്ടിംഗ് ആണെങ്കിലും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്നത്, ഏതൊക്കെ ഏരിയയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഇതിനെപ്പറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാസിം സാറിനെ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സാറ് നമ്മളോട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. സാറ് നമുക്ക് വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യും. സാറിനെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓവർ ടു യു സർ. ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കില്ല. എന്തുണ്ടെങ്കിലും ഗുഡ് ഈവനിങ്. കമൻറ്റിൽ ചോദിക്കാം, അതല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വോയിസിലും വരാം. ഓക്കെ, ആക്ച്വലി ഇന്നൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ അറൗണ്ട് 2 years മുന്നേ ലേൺ വൈസിൽ വർക്ക് ചെയ്തതാണ്, പ്രൊബ് വൈസിലും വർക്ക് ചെയ്തതാണ്. പ്രൊബ് വൈസിലെ +1 +2ൻ്റെ ഫാക്കൽറ്റി ആയിട്ടും അക്കാഡമിക് കൗൺസിലറായിട്ടും അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ഡിസൈനറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്തു. പിന്നെ PG ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം വർക്ക് ചെയ്തു. പിന്നെ ഡിസൈനറായിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ കമ്പനിയിൽ കയറിയതാണ്. അപ്പോൾ ഞാനും നിങ്ങളെ പോലെ തന്നെ BCA അല്ല, BCA പോലെ തന്നെയുള്ള BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ടാണ് PG എടുത്തത്. PG എടുത്തത് MCA-ലാണ്. MCA എന്ന് വെച്ചാൽ അറിയാലോ, മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. സോ അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ള സ്ട്രീം ആയതുകൊണ്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനി ആയതുകൊണ്ടും എൻ്റെ പഴയ കൊളീഗ്സ് ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ ഒരു സെഷൻ എടുക്കാന്ന് വെച്ചു. ഏതായാലും മേ ബി നിങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്നുള്ള അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെഷനാണിത്. ആക്ച്വലി ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയാം, കുറച്ച് സ്ലൈഡുകൾ കാണുമ്പോൾ തന്നെ ഒരുപാട് പേരുകൾ നിങ്ങൾ കാണും. പക്ഷെ ഓരോ പേരും വലിയ വലിയ കടലുകളാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് മാത്രമേ ഇന്ന് നമ്മളൊരു 1 hour സെഷനിൽ തരുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. നമ്മളെ മെൻറ്റേഴ്സിനോടോ അക്കാഡമിക് കൗൺസിലേഴ്സിനോടോ ആരോടെങ്കിലും പറഞ്ഞാൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഈ ഒരു സെഷനിലുള്ള എല്ലാവരും BCA സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ
ആക്ച്വലി പലരും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ ഒരു കമ്പ്യൂട്ടർ സ്ട്രീം എടുത്തിട്ടുണ്ടാവുക. ചിലവർ ഒരു ഒരു ഫ്ലോ അനുസരിച്ചിട്ട് +1 +2 കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതുകൊണ്ട് വേറെ ഒന്നിനും പോകാൻ താല്പര്യമില്ല, അതല്ലെങ്കിൽ ഏതായാലും കമ്പ്യൂട്ടർ പഠിച്ചല്ലേ, ഇവിടെ അങ്ങോട്ട് കമ്പ്യൂട്ടർ തന്നെ ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുത്തവരുണ്ടാവും. അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ സ്നേഹിച്ചിട്ട് എടുത്തവരുണ്ടാവും. പിന്നെ അതല്ല, ഇത് ഇഗ്നോയുടെ കോഴ്സ് ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും കോഴ്സിന്റെ കൂടെ ആൾട്ടർനേറ്റീവ് ആയിട്ട് കമ്പ്യൂട്ടറും കൂടെ പഠിക്കാം എന്നുള്ള നിലയ്ക്ക് എടുത്തതുണ്ടാവും. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. പിന്നെ പല രീതിയിൽ ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഇവിടെ ഉള്ളത്. സോ ഒരു കളക്റ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ +1 +2 പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. എല്ലാം ആദ്യമായിട്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലേക്ക് വരികയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഇരിക്കുന്ന ആളാണെങ്കിൽ ബേസിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവിങ് ആണ്. കംപ്ലീറ്റ്ലി ഒരു പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ കൂടി കലർന്നിട്ടുള്ള ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. നമുക്ക് ഇതിന്റെ ഒരു ബേസ് ആയിട്ട് പറയുന്നത് മാത്സ് തന്നെയാണ്. മാത്സ് എന്ന് പറയുമ്പോൾ പക്ക മാത്തമാറ്റിക്സ് അല്ല. നമുക്കിപ്പോൾ അറിയാലോ, പിന്നെ +1 +2 കമ്പ്യൂട്ടർ പഠിച്ചവരാണെങ്കിൽ അറിയാം, നമ്മൾ തുടങ്ങിയത് എവിടുന്നാണ്? കാൽക്കുലേറ്റർ എന്നാണ്. ഒരു അഡീഷൻ, 2 വേരിയബിൾസ് എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങിയത്. സോ ഈ ഒരു കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ അവിടെയും ചെറിയൊരു പ്രോബ്ലം സോൾവ് ചെയ്ത ഒരു സംഗതിയല്ലേ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ഒന്ന് ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ അതൊരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാണ്. ആ രീതിയിൽ തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും അവിടെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ സോൾവ് ചെയ്യണം. അതേപോലെ അതൊരു ബേസ് ആയിട്ട് എടുത്തിട്ട് മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ പ്രോബ്ലം സൊല്യൂഷൻസ് പറയുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിലും ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് പോകുന്ന സംഗതികളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർസ് എന്ന് പറയും, അപ്ലിക്കേഷൻസ് എന്ന് പറയും, മൊബൈൽ ആപ്പ് എന്നും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നും പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ടായിരിക്കും ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ 2 പേരുടെ കമ്മ്യൂണിക്കേഷൻ ഈസിനെസ്സിന്, അതല്ലെങ്കിൽ SMS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായത്തിനെ കുറച്ചുകൂടെ ഷോർട്ട് ഫോം ആയിട്ട് ഡൈനാമിക് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് വാട്സപ്പ് വന്നത്. സോ വാട്സപ്പ് എന്ത് ചെയ്തു? ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യും. നമുക്ക് ലൈവായിട്ട് ചാറ്റ് ചെയ്യാം, അതേപോലെ ലൈവായിട്ട് വീഡിയോ കോൾ ചെയ്യാം, വോയിസ് കോൾ ചെയ്യാം, അങ്ങനെ ഒരുപാട് അതിന് മുന്നേ ഉണ്ടായിരുന്ന പല ട്രബിൾസും അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിനെയും ഓവർകം ചെയ്തിട്ട് പല പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. സോ ബേസിക്കലി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്താണ്? ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. അതാണ് ഒരു ചെറിയൊരു കോട്ട് കൊടുത്തത്. പ്രോബ്ലം സോൾവിങ് ആണ് ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ല്. ഇനിയിപ്പോ ടെക്നോളജിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പല രീതിയിലുള്ള ടെക്നോളജീസ് വരുന്നുണ്ട്. ChatGPT വരുന്നുണ്ട്, ജെമിനി വരുന്നുണ്ട്, AIs വരുന്നുണ്ട്. ഇതിനൊന്നും എന്താണ് ഇതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല, പക്ഷെ നമ്മളെല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ടെക്നോളജിന്റെ പ്രത്യേകത. നമ്മൾ ഇതിന്റെ റൈറ്റും ലെഫ്റ്റും ബാക്കും ഫ്രണ്ടും അപ്പും ബോട്ടും ഒന്നും നോക്കിയിട്ടില്ലെങ്കിലും നമ്മളൊക്കെ ഇതിന്റെ യൂസേഴ്സ് ആണ്. സോ ഈ ഒരു യൂസർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിനെ ചിന്തിക്കുമ്പോൾ എല്ലാവരും ഈ ഗ്ലോബലി നോക്കുമ്പോൾ എല്ലാവരും യൂസേഴ്സ് ആണ്. പക്ഷെ അതിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? യൂസേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി ഈ ഒരു സിലബസ് കംപ്ലീറ്റ്ലി പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ സിലബസിലേക്ക് കിടക്കുമ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് നിങ്ങൾ എല്ലാവരും ഓപ്റ്റ് ചെയ്തത്. ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇതിൽ സിലബസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഇതിൽ ഡാറ്റ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, C++ അല്ലെങ്കിൽ CO പഠിക്കുന്നുണ്ടാവും, അതേപോലെ പൈത്തൺ അല്ലെങ്കിൽ ജാവ പഠിക്കുന്നുണ്ടാവും. എല്ലാ സിലബസിലും ഏതൊരു യൂണിവേഴ്സിറ്റിന്റെ സിലബസ് എടുത്താലും പഠിക്കുന്നത് എന്താണ്? പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും പൈത്തണോ ജാവയോ അല്ലെങ്കിൽ C++ഓ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ബേസിക് ലാംഗ്വേജസ് പഠിക്കാനുണ്ടാവും. അതിന്റെ കൂടെ ബിഗ് ഡാറ്റ, അതേപോലെ ഇ-കൊമേഴ്സ്, പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ള പല എലക്റ്റീവ് ആയിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള എമേർജിംഗ് ട്രെൻഡ്സ് എന്ന് പറയും, ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളും ഇതിന്റെ കൂടെ പഠിക്കാനുണ്ടാവും. സോ ബേസിക്കലി ടോക്കിംഗ്, ഇപ്പൊ പൈത്തൺ ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, C++ ആയിക്കോട്ടെ, ഇനിയിപ്പോ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും ഇത് മുന്നേ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നറിയില്ല, ഏതായാലും ചെറിയ നോളജിന് വേണ്ടി പറയാണ്, ഏതൊരു ലാംഗ്വേജ് പഠിച്ചാലും ഇതിന്റെ ബേസിക്സ് എല്ലാം സെയിം ആണ്. ഇപ്പോൾ നമ്മളിപ്പോ പറയില്ലേ, മലയാളം വേണ്ട, ഇപ്പം ഹിന്ദി ആണെങ്കിലും ഉറുദു ആണെങ്കിലും അതിന്റെ ഔട്ട്പുട്ട് ഏകദേശം സിമിലർ ആണല്ലോ. അതേപോലെ തന്നെയാണ് ഈ ഒരു എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും.
നമ്മൾ ബേസ് ആയിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ബാക്കിയുള്ള ഇതിന്റെ വർക്കിംഗ് കംപ്ലീറ്റ് ഒരുപോലെയാണ്. ഇതിന്റെ വ്യത്യാസം വരുന്നത് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ള കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഇതിന്റെ ഫണ്ടമെന്റൽസ് എല്ലാം സെയിം ആണ്. ഇതിൽ മലയാളത്തിൽ കുറച്ച് ഗ്രാമേഴ്സ് ഉണ്ടാവും, ഇംഗ്ലീഷിൽ കുറച്ച് ഗ്രാമേഴ്സ് ഉണ്ടാവും. അതേപോലെ ഓരോ ലാംഗ്വേജസിനും അതിന്റെ ഗ്രാമേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിനും ഇതിന് കുറച്ച് സിൻടാക്സ് ഉണ്ടാവും എന്നല്ലാതെ ഇത് ഈ സിൻടാക്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എന്താണോ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് അത് എല്ലാം സിമിലർ ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റിയിലും ഏതൊരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചാലും ആ ഒരു ലാംഗ്വേജിൽ നമ്മൾ മാസ്റ്റർ ആയാൽ പിന്നെ നമുക്ക് വേറെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു ലോജിക്ക് മാത്രമേ നമുക്ക് കത്താനുള്ളൂ. ഇപ്പോൾ 1+1 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണെന്നുള്ളത് ഒരാൾ പ്രോബ്ലം സോൾവ് ചെയ്താൽ അയാൾക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായി. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടെക്നോളജി യൂസ് ചെയ്താലും, അതിപ്പോ ജാവ ആയിക്കോട്ടെ, C++ ആയിക്കോട്ടെ, ജാവ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, ഏത് യൂസ് ചെയ്താലും അതിന്റെ ഔട്ട്പുട്ട് എന്താണ്, സിമിലർ ആയിരിക്കും. സോ അതാണ് നമ്മൾ ഈ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ പഠിക്കുന്നത്. പിന്നെ ഈ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഓപ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ആണ്, ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ പലരും ഓൺലൈനായിട്ട് പല കോഴ്സുകളും ചെയ്തിട്ട് ഡയറക്റ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്തിട്ട് ജോബിലേക്ക് കയറുന്നില്ലേ, അത് പോരെ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അത് ചെറുതായിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. ആക്ച്വലി ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ഉണ്ട് ഓൺലൈനായിട്ട് അതല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടൊക്കെ ഡയറക്റ്റ് ജോബ് സ്കില്ല് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് സർട്ടിഫൈഡ് ആയിട്ട് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുന്ന പല കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അങ്ങനത്തെ കമ്പനിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ തരും. ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എന്ന് പറയും. എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫ്രണ്ട് എൻഡ് ആണോ ബാക്ക് എൻഡ് ആണോ പഠിക്കേണ്ടതെന്ന് ചോദിക്കും. അത് നമുക്ക് അറിയില്ലെങ്കിൽ അതിനെ പറ്റി പറഞ്ഞുതരും. എന്നിട്ട് നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും. അത് ചൂസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെക്നോളജിയിൽ, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പൈത്തൺ, ജാവ, C++ ഒക്കെ ഓരോ ടെക്നോളജീസ് ആണ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു ടെക്നോളജി നമ്മൾ ചൂസ് ചെയ്തിട്ട് ആ ഒരു ടെക്നോളജി ആണ് നമ്മൾ പഠിക്കുന്നത്. ആ ടെക്നോളജി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ മാസ്റ്റർ ആവും. ആ മാസ്റ്റർ ആയതിനു ശേഷം നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ പഠിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു സ്കില്ല് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ കമ്പനിയിലേക്ക് ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യും. അത് നമ്മൾ കമ്പനിയിൽ പ്ലേസ് ആവും. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി അതല്ലെങ്കിൽ ഏതൊരു ടെക്നോളജിയിലാണോ നമ്മൾ ഫോക്കസ് ചെയ്തത് അതിൽ നമ്മൾ മാസ്റ്റർ ആയിരിക്കും, പക്ഷെ വേറൊന്നും നമുക്ക് അറിയില്ല. അതേ സമയത്ത് ഒരാൾ ഈ ഡിഗ്രി അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ സെമസ്റ്ററിലും ഓരോ ടെക്നോളജി പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു സെമസ്റ്ററിൽ ഡാറ്റ സ്ട്രക്ചർ ആണ് പഠിക്കുന്നതെങ്കിൽ ഒരു സെമസ്റ്ററിൽ ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിൽ അടുത്ത സെമസ്റ്ററിൽ ജാവ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് സെമസ്റ്ററിൽ മിക്കവാറും പൈത്തൺ ആയിരിക്കും. പിന്നെ C++ ഉണ്ടാവും. പിന്നെ ജാവ സ്ക്രിപ്റ്റ് ഉണ്ടാവും. പിന്നെ HTML വെബ് ഡിസൈനിങ് ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 6 സെമസ്റ്ററോടെ നിങ്ങൾ ഒരു മിനിമം ഒരു 4-5 ടെക്നോളജീസ് ആയിട്ട് ഫെമിലിയർ ആയിട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി മാസ്റ്റർ ആയിട്ടില്ലെങ്കിലും അതിന്റെ ബേസിക്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ പഠിക്കുന്നതിനുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് എന്താണ് ബാക്ക് എൻഡ്, എന്താണ് ഫ്രണ്ട് എൻഡ്, എന്താണ് ഡാറ്റ, എന്താണ് ഈ ഡാറ്റ അനാലിസിസ്, ഇതിലുള്ള സ്ട്രക്ചറിങ് എങ്ങനെ വരുന്നത്, അതേപോലെ തന്നെ ഇതിൽ സീക്വൽ എന്ന് പറയുന്നത് SQL കേട്ടിട്ടുണ്ടാവും. സീക്വൽ എങ്ങനെയാണ് വരുന്നത്, മാനിപ്പുലേഷൻ എങ്ങനെയാണ് വരുന്നത്, ഇതൊന്നും ഇഷ്ടമില്ല, കോഡിംഗ് ഒന്നും ഇഷ്ടമില്ലെങ്കിൽ ഡിസൈനിങ് എങ്ങനെയാണ് വരുന്നത്, ഇതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ IT ഫീൽഡിലുള്ള ഒരു ഓവറോൾ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് ഓപ്റ്റ് ചെയ്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഈ ബാച്ചിലേഴ്സ് ഡിഗ്രീന്റെ ഒരു സുഖം. ഇപ്പൊ ആക്ച്വലി ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ഡിസൈനർ ആയിട്ടാണെങ്കിൽ കൂടെ ഞാനിപ്പോ ടു ബി ഫ്രാങ്ക് ഇപ്പൊ 0 കോഡാണ്. ഞാൻ കോഡേ ചെയ്യുന്നില്ല, ഒരു പ്രോഗ്രാമും ചെയ്യുന്നില്ല, ഒരു കോഡും ചെയ്യുന്നില്ല. പക്ഷേ അതേ സമയത്ത് ഞാനിപ്പോ ഡിഗ്രിക്ക് പഠിച്ചതും PGക്ക് പഠിച്ചിട്ടുള്ള കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് ആണ്. അന്ന് പ്രോഗ്രാമിംഗ് പഠിച്ചത് കൊണ്ട് തന്നെ എനിക്കിപ്പം ഡിസൈൻ ചെയ്യാൻ സുഖമാണ്. കാരണം ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ക്രീനുകളാണ് ഡെവലപ്പേഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഞാൻ കോഡ് ചെയ്യുന്നില്ല എന്നുള്ളൂ, അതേ സമയത്ത് അവരെങ്ങനെ കോഡ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരേത് രീതിയിലാണ് കോഡ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയാലോ. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ ഡിസൈൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. അതേ സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും കമ്പ്യൂട്ടർ ഫീൽഡിൽ അല്ലാതെ ഡിസൈനേഴ്സ് ആയിട്ട് വന്നവരുണ്ട്. അവർക്കറിയില്ല എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക,
എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരിക എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഡിസൈൻ പേപ്പറിൽ ചിത്രം വരയ്ക്കുന്നത് ചിത്രം വരക്കുള്ളൂ. അതേ സമയത്ത് ഇതിന് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇത് ഏതൊക്കെ രീതിയിലാണ് കോമ്പാറ്റിബിൾ ആവുക തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് അറിയില്ല. ഇവർ അണവേറാണ്. കാരണം ഇവർ ഈ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഒന്നും കഴിയാത്തത് കൊണ്ട് കമ്പ്യൂട്ടർ ഫീൽഡുമായിട്ട് വലിയ പിടുത്തല്ല. സോ അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് ഈ ഒരു ഡിഗ്രി വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് അതേ സമയത്ത് നമ്മളിപ്പം ബാക്ക് എൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ C++ലോ ജാവയിലോ അതല്ലെങ്കിൽ നോഡ് JS എങ്ങാണ് നമ്മൾ മാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അതിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ടീമിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് ഓൾറെഡി ഈ ഒരു ഫ്രണ്ട് എൻഡിലുള്ള Vue.js React.js ഒക്കെ ഫെമിലിയർ ആണെങ്കിൽ നമുക്കറിയാം എവിടൊക്കെയാണ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ളത്, എവിടൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും. സോ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഒരു ഡിഗ്രി ഉണ്ടായാലും ഡിഗ്രി ഉണ്ടായിട്ടില്ലെങ്കിലും ഉള്ള വ്യത്യാസം ഇതാണ്. സോ നമുക്കിനി ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ചെറുതായിട്ടൊന്ന് നോക്കാം. ഇത് നമ്മളിപ്പോൾ +2 കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു? ഡിഗ്രി ഓപ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഡൈവേർഷൻസ് ഉണ്ട്, രണ്ട് ക്രോസ് റോഡ്സ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് മുന്നോട്ട് പോവാം, അതല്ലെങ്കിൽ ജോബ് നോക്കാം. ഈ ഒരു കമ്പ്യൂട്ടർ ഫീൽഡിന്റെ BC ആണെങ്കിലും BSc IT ആണെങ്കിലും BSc കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഇതിന്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഗ്രാജുവേഷൻ കോഴ്സ് ആണെങ്കിലും ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് കൂടിയാണ്. ഇത് കഴിഞ്ഞ് ചെറിയൊരു ഇന്റേൺഷിപ്പോ ഒരു 2 month ആക്ച്വലി ഇതിലുള്ള പ്രോജക്റ്റുകളും ഇതിലുണ്ടാവുന്ന പ്രോജക്റ്റും അതേപോലെ മിനി പ്രൊജക്റ്റ് ആണ്, മിനി പ്രൊജക്റ്റ് മെയിൻ പ്രൊജക്റ്റ് ആണ്, മെയിൻ പ്രൊജക്റ്റ് ഒക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ട് അത് എന്താ പറയാ ഒരു ഇന്റേൺഷിപ്പ് ലെവലിൽ കണ്ടിട്ട് അതിനെ ഗൗരവപൂർവ്വം ഏറ്റെടുത്തിട്ട് ഇപ്പൊ പൈത്തണിലാണ് ചെയ്യണമെങ്കിൽ പൈത്തണിന്റെ കംപ്ലീറ്റ് ബേസിക്സ് ഒക്കെ പഠിച്ചിട്ട് ആണ് പ്രൊജക്ട് ചെയ്യുന്നെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതാണ് നമ്മുടെ ഒരു ഫീൽഡ്, നമുക്ക് ഏത് രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാന്നുള്ളത്. എന്നിട്ട് അതിന് ശേഷം ചെറിയൊരു ഇന്റേൺഷിപ്പ്, ഒരു 3 month ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ ഒരു 6 month ഇന്റേൺഷിപ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ട്രെയിൻ ആയിട്ട് കയറിയിട്ടൊക്കെ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ജോബിനേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രീമിന്റെ ഒരു ഡിഫറൻസ്. മറ്റുള്ള ഡിഗ്രി കോഴ്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡയറക്റ്റ് ജോബിലേക്ക് കയറാനുള്ള ഒരു ബേസിക്സ് ഒന്നും ഡിഗ്രി കോഴ്സ് കൊണ്ട് കിട്ടില്ല. അതേ സമയത്ത് വേറൊരു കോഴ്സും ചെയ്യാതെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൈത്തൺ പഠിക്കുന്നുണ്ടെങ്കിൽ പൈത്തണിന്റെ പൈച്ചാം വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്ത് നോക്കാം. അതേ സമയത്ത് തന്നെ ജാവാസ്ക്രിപ്റ്റ് എന്തായാലും പഠിക്കും. വെബ് ഡിസൈനിങ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് ഉണ്ടാവും, HTML-ഉം CSS-ഉം അതേപോലെ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് React.js-ഉം അതേപോലെ Vue.js ഒക്കെ ട്രൈ ചെയ്തിട്ട് അതിൽ ചെറിയ ചെറിയ സോഫ്റ്റ്വെയർസോ വെബ്സൈറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഡിഗ്രി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്താൽ ഡയറക്റ്റ് ഡിഗ്രി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഏതെങ്കിലും കമ്പനിക്ക് ഡയറക്റ്റ് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ പഠിക്കുന്നത് എന്താണോ അതിൽ ഓരോ സമയത്തും മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. ഇപ്പൊ ഒരു സെമിനിൽ 6 monthന്റെ ഒരു സെമസ്റ്ററിൽ പൈത്തൺ അല്ലെങ്കിൽ ജാവന്റെ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഡിഗ്രി കഴിയുമ്പോഴേക്കും ഡയറക്റ്റ് ജോബിലേക്ക് കയറാൻ പറ്റും. ജോബ് പ്ലേസ്മെന്റ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് ചെയ്യാനും പറ്റും. ഹയർ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ BCA കഴിഞ്ഞിട്ട് BSc കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും BC ആണെങ്കിലും BSc IT ആണെങ്കിലും ഏത് കഴിയുകയാണെങ്കിലും നമുക്ക് MCAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. MCA ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും BSc കമ്പ്യൂട്ടർ സയൻസും BCAയും മതി. അതേപോലെ തന്നെ ഇപ്പൊ MCAയും MSc കമ്പ്യൂട്ടർ സയൻസും രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? 2 year കോഴ്സ് ആക്കിയിട്ടുണ്ട്. ആദ്യം MCA 3 year കോഴ്സ് ആയിരുന്നു, രണ്ട് 2 year കോഴ്സ് ആക്കിയിട്ടുണ്ട്. MSc കമ്പ്യൂട്ടർ സയൻസും MCAയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ MSc കമ്പ്യൂട്ടർ സയൻസ് പൊതുവെ ഓപ്റ്റ് ചെയ്യൽ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാനും റിസർച്ച് സൈഡിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ MPhil എടുക്കാൻ അതേപോലെ തന്നെ PhD എടുക്കാനും അതേപോലെ റിസർച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് MSc കമ്പ്യൂട്ടർ സയൻസ് പൊതുവെ ചൂസ് ചെയ്യുക. നെറ്റ് എഴുതിയിട്ട് ടീച്ചേഴ്സ് ആവാന് അതേപോലെ എഡ്യൂക്കേഷണൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സെക്ടറിൽ വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് MSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ MC ആണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ആയിട്ട് ചൂസ് ചെയ്യും. അതിൽ കൂടുതൽ പ്രോഗ്രാമിംഗ് സെക്ഷൻസ് ആണ് വരുന്നത്. അതേപോലെ അപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. കുറച്ചുകൂടെ ഇപ്പോഴത്തെ MC ആണെങ്കിൽ അതിൽ ബിഗ് ഡാറ്റയും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും പിന്നെന്താ പറയാ എൻക്രിപ്ഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
പിന്നെ നമുക്ക് MBA പോലത്തെ പ്രൊഫഷണൽ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇതിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ MC ആണെങ്കിലൊക്കെ PSC പോലത്തെ ഏതെങ്കിലും കോമ്പറ്റീവ് എക്സാമിനുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് തസ്തികകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ പൊതുവെ കോമ്പറ്റീഷൻ കുറവുള്ളതാണ് MCA പോലത്തെ PG റിലേറ്റഡ് ആയിട്ട് MTech MCA മാത്രമേ ആ ഒരു ലെവലിലുള്ള കാറ്റഗറീസിൽ എലിജിബിലിറ്റി കോഴ്സസ് ആയിട്ടുണ്ടാവുക MTech MCA മാത്രമാണ്. അതുകൊണ്ട് കോമ്പറ്റീഷൻ അത്യാവശ്യം കുറവാണ് അവിടെ. അതേപോലെ MSc കമ്പ്യൂട്ടർ സയൻസും കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിൽ അത്രയാണുള്ളത്. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകുമ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വലിയൊരു കടലാണ്. ഇതിലിപ്പോൾ ഓരോന്ന് എടുത്തിട്ട് വായിക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ട്, ഡെവലപ്പർ ഉണ്ട്, ഡിവോപ്സ് എഞ്ചിനീയർ ഉണ്ട്, നെറ്റ്വർക്ക് എഞ്ചിനീയർ ഉണ്ട്, ഡാറ്റ സയന്റിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇതിൽ പെടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്താന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇത് ഒരു കളക്റ്റീവ് ടേമാണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും കൂടെ കളക്റ്റീവ് ആയിട്ട് ഒരു IT കമ്പനിയിൽ അതല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഫേമിൽ നമ്മൾ പറയല്ലോ സൈബർ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആര് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയാം. ഹാർഡ്വെയർ അല്ലാതെ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയാം. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മാത്രമല്ല, നമുക്ക് ഇതിന്റെ കൂടെ തന്നെ BCAയിൽ സോഫ്റ്റ്വെയർ മാത്രമല്ല പഠിക്കാനുള്ളത്, ഹാർഡ്വെയർ പഠിക്കാനുണ്ട്, നെറ്റ്വർക്കിംഗ് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഓരോന്നും സെപ്പറേറ്റ് ആണ്. സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും നെറ്റ്വർക്ക് ആണെങ്കിലും ഏത് രീതിയിലുള്ളതാണെങ്കിലും ഇത് കമ്പ്യൂട്ടറിനോട് ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഒരു കമ്പ്യൂട്ടർ ഫീൽഡിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പറയാം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണ്. അതിന് പുറമെ ആദ്യം പറയട്ടെ, ഇതിൽ ഹാർഡ്വെയറിലും ഒരുപാട് സാധ്യതകളുണ്ട്. ഹാർഡ്വെയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആവാം. അഡ്മിനിസ്ട്രേറ്റർ ഹാർഡ്വെയർ സെക്ഷനിലെ അഡ്മിനിസ്ട്രേറ്റർ ആവാം. അതേപോലെ തന്നെ ഹാർഡ്വെയർ എക്യുപ്മെന്റ്സിന്റെ ബിൽഡിങ്, പിന്നെ AI എംബഡഡ് സിസ്റ്റംസ് ഉണ്ടാവും. ഇപ്പോൾ ന്യൂറാലിങ്ക് പോലത്തെ പലതും കാണില്ലേ, എലോൺ മസ്കിന്റെ പല അഡ്വാൻസ്മെന്റ്സ് ആണെങ്കിലും ഇന്നോവേഷൻസ് ആണെങ്കിലും അതിലൊക്കെ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ന്യൂറോളജി റിലേറ്റഡ്, അതേപോലെ സ്പേസ് എക്സ് ആണെങ്കിലും അത് തുടങ്ങിയിട്ട് ഹാർഡ്വെയർ കമ്പോണൻസും സോഫ്റ്റ്വെയർ കമ്പോണൻസും ഒരേപോലെ ഒരേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഹാർഡ്വെയറിൽ കൂടുതലായിട്ട് നമ്മൾ BCAയിൽ പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ അധികം പറയുന്നില്ല. പക്ഷേ ഇതിൽ ഏതോ ഒരു പേപ്പറിൽ ഹാർഡ്വെയറിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നെറ്റ്വർക്കിങ്ങും പറയുന്നുണ്ട്. നെറ്റ്വർക്കിങ്ങിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അതിലും മുന്നോട്ട് പോകാൻ പറ്റും. അത് നമുക്ക് പറയാം. സോ ആദ്യത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഡെവലപ്പർ ഒരു പ്രോഗ്രാമർ. നമ്മൾ സാധാരണ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഈ ഡെവലപ്പർ അല്ലെങ്കിൽ പ്രോഗ്രാമർ. ഈ ഡെവലപ്പർ, കോഡർ, പ്രോഗ്രാമർ എന്നൊക്കെ പറയുന്നതൊക്കെ സെയിം ആണ്. ആക്ച്വലി ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മാസ്റ്റർ ആയിട്ടില്ലെങ്കിലും ജസ്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാം എന്ന് പറയാം. ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് C++, ജാവ, പൈത്തൺ, ജാവ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഓരോ പ്രോഗ്രാമുകളും ചെയ്യാൻ ഓരോ ഫ്രെയിം വർക്കുകൾ ഉണ്ടാവും. ഇപ്പൊ പൈത്തൺ ആണെങ്കിൽ പൈച്ചാം എന്ന് പറഞ്ഞുള്ള ഫ്രെയിം വർക്ക് ഒരു ടൂൾ ഉണ്ട്. അതിൽ നമുക്ക് ഒരുപാട് ഫ്രെയിം വർക്കുകൾ ഉണ്ട്. ഫ്ലാസ്ക് പോലത്തെ ഒരുപാട് ഫ്രെയിം വർക്കുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് പൈത്തൺ കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റും. പൈത്തൺ ഒരു ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ ഒരു C++ഉം ഒരു ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഡെവലപ്പർ എന്ന് പറയുമ്പോൾ രണ്ട് കേസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് എൻഡും ഉണ്ട്, അതേപോലെ ബാക്ക് എൻഡും ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻട്രാക്ഷൻ ആക്കാത്തത് വോയിസ് എന്താ പറയുക ഇൻട്രപ്ഷൻ വരുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഇപ്പൊ പ്രോഗ്രാമർ എന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡും ഉണ്ട് ബാക്ക് എൻഡും ഉണ്ട്. അപ്പം ഫ്രണ്ട് എൻഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് എടുക്കുകയാണ്, അതല്ലെങ്കിൽ വാട്സപ്പ് വേണ്ട, വാട്സപ്പ് മൊബൈൽ ആപ്പ് അല്ലേ, ഫേസ്ബുക്ക് എടുക്കുക. ഫേസ്ബുക്ക് നമ്മൾ എന്താ കമ്പ്യൂട്ടറിലാണ് എടുക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് എലമെന്റ്സ് കാണും. ഏറ്റവും ടോപ്പിൽ ഫേസ്ബുക്കിന്റെ ഒരു ലോഗോ കാണും, സെർച്ച് ബാർ ഉണ്ട്, അതിന്റെ താഴായിട്ട് നമുക്ക് നമ്മുടെ പോസ്റ്റുകളൊക്കെ ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്, ഒരു ടെക്സ്റ്റ് എഴുതിയ അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇമേജ് കൊടുക്കാനുള്ള ഒരു ഐക്കൺ, ഇത് തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ഫേസ്ബുക്കിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോ ഹോട്ട്സ്റ്റാർ ആണെങ്കിൽ ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഹോട്ട്സ്റ്റാറിന്റെ ലോഗോന്റെ ഒരു അനിമേഷൻ കാണാൻ പറ്റും. എന്നിട്ട് അതൊക്കെ ഓപ്പൺ ചെയ്ത് വന്നിട്ട് ഒരു മെനു സെക്ഷൻ ഉണ്ട്. മെനു സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഐക്കൺസ് ഉണ്ട്. മെനുവിലേക്ക് പോകാൻ കുറച്ച് ഐക്കൺസ് ഉണ്ട്. ഏറ്റവും ടോപ്പിൽ ഏതെങ്കിലും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിമിന്റെ ഒരു ട്രെയിലർ റൺ ചെയ്യും.
അതിന്റെ പേരുണ്ടാവും കൂടെ. അത് വേണമെങ്കിൽ നമുക്ക് സൗണ്ട് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. പിന്നെ താഴെ ഒരുപാട് സെക്ഷൻസ് ആയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടിരിക്കുന്ന ഏതെങ്കിലും ആണെങ്കിൽ കണ്ടിന്യൂ വാച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സെക്ഷൻ ഉണ്ടാവും. അതിന്റെ താഴെ വേറൊരു സെക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സെക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ, ഓരോ സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിലും പല രീതിയിലാണ് ഉണ്ടാവുക. ഇതിന്റെ ഈ ഫ്രണ്ട് എൻഡിൽ നമ്മൾ കാണുന്ന ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ, അത് കോഡ് ചെയ്തിട്ട് ആ ഒരു ഭംഗി കൂട്ടുന്ന ആൾക്കാർക്കാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ആണ് തീരുമാനിക്കുക ഏത് രീതിയിലാണ് ഈ ഒരു ഹോട്ട്സ്റ്റാറിന്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ഷോക്കേസിങ് ഉണ്ടാവേണ്ടത്. അതേപോലെ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും തമ്മിൽ ഒരു ബന്ധമില്ല. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ഡിസൈൻ ആണ്. ആ രണ്ട് ഡിസൈനും ഡിഫറെന്റ് ആയത് എന്തുകൊണ്ടാണ്? അതിന്റെ രണ്ട് രീതിയിലുള്ള ഡിസൈൻ അപ്രോച്ച് ആണ് അതിന്റെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് രണ്ട് രീതിയിലുള്ള തോട്ട് പ്രോസസ് ആണ് കൊണ്ടുവന്നത്. സോ ആ ഒരു പെർട്ടിക്കുലർ ഷോക്കേസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് വ്യൂ ജെഎസ്, റിയാക്ട് ജെഎസ് എന്നൊക്കെ പറഞ്ഞു. ജെഎസ് എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് ഉണ്ട്. സോ ഇതിന് ബാക്ക് എൻഡിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഹോട്ട്സ്റ്റാറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ പുതിയൊരു ഫിലിം ഇപ്പൊ 12th ഫെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം അതിൽ പബ്ലിഷ് ചെയ്ത് നോക്കുക. ഈ ഒരു പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫിലിം അപ്ലോഡ് ചെയ്യണ്ടേ. അപ്ലോഡ് ചെയ്യാൻ ബാക്കിൽ എന്തോ ഒരു സംഗതി ഉണ്ടാവുമല്ലോ. ബാക്കിൽ ആരോ ഒന്ന് വർക്ക് ചെയ്തിട്ടാണല്ലോ ഈ ഒരു ഫിലിമുകളൊക്കെ അപ്പ് ചെയ്യുന്നതും അതുള്ള ഫിലിമുകൾ മാറുന്നതും പുതിയ ഫിലിം വരികയാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നതും ട്രെയിലർ കൊടുക്കുന്നതും ഏത് രീതിയിലുള്ള ട്രെയിലേഴ്സ് ആണ് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും എന്തൊക്കെ കണ്ടന്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ ഇതിനെ ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ആ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് സോഫ്റ്റ്വെയറിന് പിറകിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന, ഇപ്പൊ പിന്നണി ഗായകർ എന്നൊക്കെ പറയുമ്പോൾ പിറകിൽ നിന്ന് ഇതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നവരാണ് ഈ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്. ഇവരാണ് ആക്ച്വലി ഈ ഒരു ഹോട്ട്സ്റ്റാർ ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്ഫ്ലിക്സ് ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ബിൽഡ് ചെയ്തത്. ആക്ച്വലി കോർ ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് വരുന്നത് എവിടെയാണ്? ബാക്ക് എൻഡിലാണ്. ഈ ഫ്രണ്ട് എൻഡിലുള്ള ഡെവലപ്പേഴ്സ് എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഡിസൈൻ ഫേസ് അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഒരു ആക്ച്വലി എന്താ പറയാ ഒരു യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ഏത് രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം, ഷോക്കേസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ചെയ്യുക. ഇത് കളക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, അതായത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് പറയും. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇപ്പോൾ പറയാൻ പറ്റിയ ഒരു കാര്യം, ഈ ബാക്ക് എൻഡ് ആയിട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഒന്നാണ് നോഡ് ജെഎസ്, നോഡ് ജാവാസ്ക്രിപ്റ്റ്. ഞാൻ വളരെ കുറച്ച് പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ, നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം. സോ ഈ ഒരു നോഡ് ജെഎസ് വെച്ചിട്ടാണ് ബാക്ക് എൻഡിലുള്ളത് കൂടുതലും വർക്ക് ചെയ്യുക. ഇനി ഇത് കളക്റ്റീവ് ആയിട്ട് രണ്ടും കൂടെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കൂടെ പഠിക്കുന്നവരുണ്ട്, അവർക്കാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് പറയാം. ഇപ്പൊ ഫുൾ സ്റ്റാക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് MERN സ്റ്റാക്ക്, MERN. അതേപോലെ തന്നെ ഉള്ള ഒന്നാണ് മീൻ സ്റ്റാക്ക്, MEAN. അപ്പോൾ ഈ ഒരു MERN സ്റ്റാക്ക് ആണെങ്കിൽ മോങ്കോ ഡി ബി, അതിന്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ മോങ്കോ ഡി ബി, എക്സ്പ്രസ്, റിയാക്ട്, നോഡ് എന്നാണ്. ഈ മോങ്കോ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡെവലപ്പേഴ്സ് ആയി, പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള ഈ എലമെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസും ആണല്ലോ, അത് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യും. ഡാറ്റാബേസ് കേട്ടിട്ടില്ലേ? ഇപ്പം സാധാരണ യൂസ് ചെയ്യുന്ന SQL. അതുപോലെ ഒരുപാട് ഡാറ്റാബേസ് ഉണ്ട്. അപ്പം ഡാറ്റാബേസ് എന്ന് വെച്ചാൽ ഈ ഒരു ഇപ്പോൾ ഹോട്ട്സ്റ്റാറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഹോട്ട്സ്റ്റാറിന്റെ ഫിലിമുകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം. ആ ഒരു ഡാറ്റാബേസും ഫ്രണ്ട് എൻഡ് ഡെവലപ്പറും ബാക്ക് എൻഡ് ഡെവലപ്പറും കൂടെ കൂടുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ചില ഡെവലപ്പേഴ്സ് എന്ത് ചെയ്യും? ഇത് മൂന്നും പഠിച്ചിട്ടുണ്ടാവും. ഈ മൂന്നും പഠിച്ചവർക്കാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് പറയാം. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുമ്പോൾ അയാൾ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിട്ട് ബാക്കിലുള്ള കോഡുകൾ ചെയ്തിട്ട് ഇതിന്റെ ആക്ഷൻസ് കംപ്ലീറ്റ് സെറ്റ് ചെയ്യും. ഫ്രണ്ട് എൻഡിലുള്ള കോഡ് ചെയ്തിട്ട് ഇതിന്റെ ഷോക്കേസിങ് കംപ്ലീറ്റ് സെറ്റ് ചെയ്യും. ഇതിന്റെ മിഡിലുള്ള കണക്ഷൻസ്, API കണക്ഷൻസ് കൊടുക്കാനും അതേപോലെ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും? ഡാറ്റാബേസും കൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാൻ പറ്റും. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവുകയാണെങ്കിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. മീനിലും മേണിലൊക്കെ അത്യാവശ്യം നല്ല കമ്പനീസ് ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി കമ്പനീസ് ഹയർ ചെയ്തിട്ട് ആ കമ്പനിയുടെ ഉള്ളിൽ കയറിയല്ല, അതായത് കമ്പനിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഫ്രണ്ട് എൻഡിലോ ബാക്ക് എൻഡിലോ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വർക്ക് ചെയ്യും. എന്നാലും ഇത് രണ്ട് സ്കില്ലുകളും കൂടെ ഉണ്ടാകുമ്പോൾ ഒരാൾ മൾട്ടി ടാലന്റഡ് ആകുമ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റീസ് കൂടും. ഇനി അടുത്ത കേസ് പറയുകയാണെങ്കിൽ ഡെവോപ്സ് എഞ്ചിനീയർ ആണ്. ഡെവോപ്സ് എഞ്ചിനീയർ എന്ന് വെച്ചാൽ ഡെവലപ്പർ ഓപ്പറേഷൻ എഞ്ചിനീയർ ആണ്. ഇത് ഫ്രണ്ട് എൻഡ് മാത്രമല്ല, അതേപോലെ ബാക്ക് എൻഡ് മാത്രമല്ല. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ അറിയാം,
ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോ പണ്ടുള്ളതുപോലല്ല. ഇപ്പം ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ അത് മെറ്റ ആയിട്ട് മാറിയിട്ടുണ്ട്. മെറ്റയില് എന്തുണ്ട്, പ്രൊഫഷണൽ ഡാഷ്ബോർഡുകൾ ഉണ്ട്, അതുപോലെ മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ട്, നമുക്ക് സെല് ചെയ്യാൻ പറ്റും. വാട്സപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പിലുള്ള നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആഡുകൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്കും കൊടുക്കാൻ പറ്റും, അതേപോലെ ഫേസ്ബുക്കിലേക്കും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കളക്റ്റീവ്ലി വന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഓരോ യൂസേയും മാനേജ് ചെയ്ത് പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സെക്ഷൻസ് വരുമ്പോൾ ഇതിപ്പം ഫേസ്ബുക്കിന് മാത്രം കാര്യമാണ്. ഇപ്പം വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, നിങ്ങളിപ്പോ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുക, വലിയൊരു കമ്പനി ഇപ്പം ഏതെങ്കിലും ഒരു ഇ കൊമേഴ്സ് കമ്പനിയാണ്. ഇപ്പം എന്താ പറയുക, ജുഡിയോ ആണെങ്കിൽ ജുഡിയോന്റെ ഉള്ളിൽ ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ജുഡിയോന്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഒരുപാട് ആൾക്കാർ മാനേജ് ചെയ്യണം. അതേപോലെ നെസ്റ്റോ ആണെങ്കിൽ അവിടെ വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് ആണെങ്കിൽ അവിടെ വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് അവിടെ പല സ്ഥലത്തും പല രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. ആ സോഫ്റ്റ്വെയറുകളൊക്കെ മാനേജ് ചെയ്യാനുണ്ടാവും, അതേപോലെ ഓപ്പറേറ്റ് ചെയ്യാനുണ്ടാവും. ഇങ്ങനത്തെ ഈ മാനേജ്മെന്റും ഓപ്പറേഷൻസും കൂടെ വരുന്ന ഒരു സെക്ഷനാണ് ഡിവോപ്സ് എന്ന് വെച്ചാൽ. ഇപ്പം ആക്ച്വലി ഇതിന്റെ ഒരു ഫ്ലോ പറയുകയാണെങ്കിൽ ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറും ബാക്ക് എൻഡ് ഡെവലപ്പറും കൂടെ എന്ത് ചെയ്യും, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് അത് നമ്മൾ ലോഞ്ച് ചെയ്യും. ആ ലോഞ്ച് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് റൺ ചെയ്യണമല്ലോ. ഇപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിൽ ഇവർ ഈ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറും ബാക്ക് എൻഡ് ഡെവലപ്പറും ഇത് ജസ്റ്റ് കോഡ് ചെയ്തിട്ട് ഇതിലുള്ള അപ്ഡേഷൻസും ഐട്രേഷൻസും വരുത്തൽ മാത്രമേ ഉള്ളൂ. ഇതിനെ റൺ ചെയ്യിക്കാൻ വേറൊരു പെർട്ടിക്കുലർ ഡെഡിക്കേറ്റഡ് ടീം അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പൊ ലുലു സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ള ഗ്ലോബലുള്ള എല്ലാ ബ്രാഞ്ചസിലും കൂടെ ഒരൊറ്റ സോഫ്റ്റ്വെയർ ആണ് ഉണ്ടാവുക. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ടീമായിരിക്കും, അതേ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിന്നെ ഈ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഓരോന്നും സെപ്പറേറ്റ് ടീമുകളായിരിക്കും. കാരണം ഈ ഒരു സോഫ്റ്റ്വെയറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ടീമിനാണ് ഡിവോപ്സ് ഓപ്പറേറ്റർ എന്ന് പറയുക, ഡെവലപ്പിംഗ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുക. പിന്നെ നെറ്റ്വർക്ക് എഞ്ചിനീയർ. ഇപ്പൊ നെറ്റ്വർക്കിംഗ് എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ നമുക്കിപ്പം ജിയോന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ജിയോക്ക് ഫൈബർ ഉണ്ട്, ജിയോക്ക് കണക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉണ്ട്, ജിയോന്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ജിയോ ഫൈബറുകളൊക്കെ കണക്ട് ചെയ്യുന്നവരാണ് ഈ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് എന്ന് പറയുക. ഇപ്പോ ജസ്റ്റ് കേബിൾ വലിക്കുക പരിപാടി മാത്രമല്ല. ഇപ്പോൾ വലിയൊരു IT കമ്പനി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒന്നും വേണ്ട, ഫേസ്ബുക്കിന് എടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിലുള്ള ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, വലിയ ഒരുപാട് എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അവർക്ക് ഒരുപാട്, ഇപ്പോൾ ഇൻഫോസിസ് ഒക്കെ പോലെ വലിയ വലിയ ക്യാമ്പസുകൾ ഉണ്ടാവും. ആ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടാവും, തൗസൻഡ്സോ അല്ലെ ലാക്സ് ഓഫ് സിസ്റ്റംസ് ഉണ്ടാവും. ഈ സിസ്റ്റംസ് കംപ്ലീറ്റ്ലി കണക്ട് ചെയ്യാനും അവിടെയുള്ള വയർലെസ് ആയിട്ടുള്ളതാണെങ്കിലും വയേർഡ് കണക്ഷൻസ് ആണെങ്കിലും എല്ലാ കണക്ഷൻസും ഇത് ആർക്കിടെക്ചർ ചെയ്യുന്നതാണെങ്കിലും അതേപോലെ തന്നെ ഓരോ ഡിസൈൻ സെക്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിന്റെ സെക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ നെറ്റ്വർക്കിൽ ഡിസൈൻ വരുന്നുണ്ട്, നെറ്റ്വർക്കിൽ ആർക്കിടെക്ചർ വരുന്നുണ്ട്, നെറ്റ്വർക്കിൽ ഇംപ്ലിമെന്റേഷൻ വരുന്നുണ്ട്. ഇത് തുടങ്ങിയിട്ട് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ വലിയൊരു കടലാണ്. അതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഡാറ്റ സയന്റിസ്റ്റും ഡാറ്റ അനലിസ്റ്റും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇപ്പം ബിഗ് ഡാറ്റാസ് ഉണ്ട്. നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും ബാർഡ് ആണെങ്കിലും അതേപോലെ തന്നെ AI ടൂൾസ് ഏതാണെങ്കിലും നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ബിഗ് ഡാറ്റ അതല്ലെങ്കിൽ ഇതിന്റെ പിറകിലുള്ള ഈ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഡാറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് എംപ്ലോയീസ് ആയിരിക്കും ഈ ഡാറ്റ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ്. ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്പനി എടുക്കുകയാണ്, ഇപ്പോൾ സുഡിയോനെ എടുക്കുക. സുഡിയോ ഇപ്പോൾ വേൾഡ് വൈഡ് ഒരു കമ്പനിയാണ്. ഈ സുഡിയോയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അതിപ്പോ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ മെൻ ആയിട്ടുള്ളവരുണ്ട്, വിമൻ ഉണ്ട്, ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്. ഇപ്പൊ 4 കാറ്റഗറി ഉണ്ട് നോക്കാം. ഇപ്പം മെന്നിന് കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ മെന്ന് മാത്രമായിരിക്കും യൂസ് ചെയ്യുക, അതേപോലെ വിമണിന് കൊടുക്കുന്നത് വിമന് മാത്രമായിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ ഈ മെന്നിലുള്ള എത്ര ആൾക്കാർ എത്ര പ്രോഡക്ട്സ് വാങ്ങി, ഇപ്പൊ ഒരു സ്ലിപ്പർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്ലിപ്പർ ഈ ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഈ ഒരു പീരീഡിൽ എത്ര പേര് വാങ്ങി, അതേപോലെ വിമന്റെ കേസിലാണെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എത്ര പേര് വാങ്ങി എന്നുള്ള ഡാറ്റാസ് ഒക്കെ എടുത്തിട്ട് അതിന്റെ റിപ്പോർട്ട് എടുത്തിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടും അതേപോലെ തന്നെ അതിൽ വർക്ക് ചെയ്തിട്ട് അതിലുള്ള സമ്മറി എടുത്ത് റിപ്പോർട്ട് എടുത്തിട്ട് അതിനെ മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ഡാറ്റ സയന്റിസ്റ്റിന്റെ വർക്ക് ഉണ്ടാവും. ഇപ്പോ എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മളിപ്പോ മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഷൂ, നൈക്കിന്റെ ഒരു ഷൂ സെർച്ച് ചെയ്താൽ പിറ്റേ ദിവസം മുതൽ എജിയോ എന്നാണെങ്കിലും ഫ്ലിപ്കാർട്ട് എന്നാണെങ്കിലും പിറ്റേ ദിവസം ഉണ്ട്, നെക്സ്റ്റ് സെക്കൻഡ് മുതൽ നമുക്ക് മെസ്സേജ് വരാനും റെക്കമെൻഡേഷൻസ് വരാനും തുടങ്ങും. എവിടുന്ന്? എജിയോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിൻട്ര പോലത്തെ സൈറ്റുകളിൽ നിന്ന്.
ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇവർക്കൊക്കെ ഓൾറെഡി നമ്മുടെ ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കംപ്ലീറ്റ് ഡാറ്റ ഇന്റർലിങ്ക്ഡ് ആണ്. ഈ ഇന്റർലിങ്ക് ചെയ്തിട്ടുള്ള ഡാറ്റ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ എല്ലാവരും അറിയുന്നുണ്ട്. അപ്പോ ഈ ഒരു പക്ഷെ മിൻട്രയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സ് എല്ലാവരും ഈ എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് പോകുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ മാത്രമാണ് ഇത് സെർച്ച് ചെയ്തത്. ഇപ്പോ ഒരു 10 to 30 ഇയേഴ്സിന്റെ ഇടയിലുള്ള ഒരാൾക്ക് പോകുന്ന മെസ്സേജ് ഒരു 60 ഇയർ ഉള്ള ഒരാൾക്ക് പോകില്ല. ഇപ്പൊ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് പോവുള്ളൂ. ഇപ്പൊ മെന്നായിട്ടുള്ള ആൾക്കാർക്ക് ലിപ്സ്റ്റിക്കിന്റെ അഡ്വർടൈസ്മെന്റ് പോകണമെന്നില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് അൽഗോരിതംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് തോട്ട് പ്രോസസ്സും റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ചൂസ് ചെയ്യാനും അതേപോലെ അവർക്കുള്ള അഡ്വർടൈസ്മെന്റുകളും റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് ടീമായിട്ടുള്ളവരാണ് ഡാറ്റ സയന്റിസ്റ്റുകളും ഡാറ്റ അനലിസ്റ്റും ഉണ്ടാവും. ഈ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചെറിയ കാറ്റഗറിയാണ്. ഇപ്പം ഒരു ഫൈനാൻസ് കമ്പനി എടുക്കുകയാണെങ്കിൽ ആ ഫൈനാൻസ് കമ്പനിയിൽ ഒരു 10 ഇയേഴ്സിന്റെ ഇടയിൽ എത്ര പേര് ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എത്ര പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സെക്ഷനിലുള്ള കുറച്ച് ഓപ്പറേഷൻസ് ആണ് ഈ ഡാറ്റ അനലിസ്റ്റിന് ഉണ്ടാവുക. ഇപ്പൊ ഡാറ്റ അനലിസ്റ്റും ഡാറ്റ അനലിസ്റ്റ് പൊതുവെ യൂസ് ചെയ്യുന്ന ടൂൾസ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് എക്സലും അതേപോലെയുള്ള പല മൈക്രോസോഫ്റ്റിന്റെ ബേസിക് ടൂൾസ് ആണ്. അതിന്റെ കൂടെ ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ടൂളാണ് പവർ ബി ഐ. പവർ ബി ഐ എന്ന് പറഞ്ഞിട്ടുള്ള ടൂളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ 1 to 2 lakh വരെ പെർ മന്ത് സാലറി കിട്ടുന്ന ജോബുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. പവർ ബി ഐ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ടൂളാണ്. പക്ഷെ എല്ലാവർക്കും അത് അത്ര അങ്ങോട്ട് ദഹിക്കാത്ത ഒരു ടൂളായിരിക്കും. ആക്ച്വലി ഇതൊരു മാത്തമാറ്റിക്സും കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന ഒരു എക്സൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പവർ ബി ഐ വെച്ചിട്ട് മുന്നോട്ട് പോയാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഉണ്ട്. പിന്നെ വരുന്നതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റർ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു. ഈ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു തീരുമാനമൊന്നുമല്ല. ആക്ച്വലി അതിനെ കുറിച്ച് ഒരുപാട് ഈ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ വാട്സപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ വന്ന അന്ന് മുതൽ ഇതിന്റെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു മൊബൈലിലേക്ക് പ്ലേ സ്റ്റോറിലേക്കും ആപ്പ് സ്റ്റോറിലേക്കും ഈ ഒരു വാട്സപ്പിന്റെ APK അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമല്ല ടെസ്റ്റിംഗ്, ഈ ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഏതൊക്കെ ഓഡിയൻസിന് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റിംഗ് ഓൾറെഡി ഇതിന്റെ ഐഡിയ ജനറേറ്റ് ചെയ്തപ്പോൾ തന്നെ ഇവർ നടത്തും. ഇപ്പൊ ഏതൊരു സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിലും നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഐഡിയ ആയിട്ട് വരികയാണെങ്കിൽ ആ ഒരു ഐഡിയ നമ്മൾ പേപ്പറിൽ എഴുതുന്നതിന് കൂടെ തന്നെ അതിൽ നമ്മൾ റിസർച്ച് ചെയ്യും. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ ടെസ്റ്റിംഗ് നടത്തും. ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇപ്പം വാട്സപ്പ് ആണെങ്കിൽ ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവർ ഇത് യൂസ് ചെയ്യും, ഏതൊക്കെ ജെൻഡേഴ്സ് ഇത് യൂസ് ചെയ്യും, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ അത് ഡിസൈൻ ചെയ്യുക. അത് ഡിസൈൻ ചെയ്യാൻ കുറച്ച് ടീം ഉണ്ടാവും. ആ കുറച്ച് ടീം എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യും. എന്നിട്ട് ആ ഡിസൈനിങ് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്യും. ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസൈൻ ഓരോ മൊബൈലിനനുസരിച്ചിട്ടാണോ, ഈ മൊബൈൽ ഐഫോണിന്റെ 15 ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക, വാച്ചിലാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഇത് ഈ ഒരു ലാപ്ടോപ്പിലാണെങ്കിൽ ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ് ഉണ്ടാവുക, ടാബ്ലറ്റിനാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക, തുടങ്ങിയിട്ട് ഓരോ ഡിവൈസിലും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ ഡിസൈൻ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡെവലപ്പിംഗിലേക്ക് കിടക്കുക. ആക്ച്വലി ഈ ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഹ്യൂജ് പ്രൊജക്ടിന്റെ 65% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഡെവലപ്പിംഗ് തുടങ്ങുക. ഡെവലപ്പിംഗ് തുടങ്ങിയിട്ട് ഡെവലപ്പേഴ്സ് ഈ ഡിസൈൻ അനുസരിച്ച് ഡെവലപ്പ് ചെയ്യും. ഈ ഡെവലപ്പേഴ്സ്, ഞാൻ ഈ പറയുന്ന ഓരോ ലെവൽസും അത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ടെസ്റ്റേഴ്സ് അത് ടെസ്റ്റ് ചെയ്യും. ആക്ച്വലി ഈ പ്ലേ സ്റ്റോറിലേക്കും അതേപോലെ ആപ്പ് സ്റ്റോറിലേക്കൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു മിനിമം ഒരു 20, ഇപ്പൊ പുതിയ ഒരു ഗൂഗിളിന്റെ റൂള് പ്രകാരം ഈ 2024 മുതൽ മിനിമം 20 യൂസേഴ്സ് എങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 20 ആൾക്കാരെങ്കിലും അത് യൂസ് ചെയ്തിട്ട് അതിനൊരു പ്രശ്നങ്ങളും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. സോ ടെസ്റ്റേഴ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലും കൂടി വരുന്നുണ്ട്. ഇപ്പോ മാനുവൽ ടെസ്റ്റേഴ്സ് മാത്രമേ, കുറച്ചു കാലം മുന്നേ മാനുവൽ ടെസ്റ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത് ജസ്റ്റ് ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് ആക്കുന്നത് മാത്രമായിരുന്നു. ഇപ്പൊ ഒരുപാട് ടൂളുകൾ വരുന്നുണ്ട്, ടെസ്റ്റിംഗ് ടൂളുകൾ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട്. ആ ടെസ്റ്റിംഗ് ടൂളുകൾ ഫെമിലിയർ ആവുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും.
അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ പറയാൻ വിട്ട ഒരു കാര്യമാണ് ഈ ഒരു ഡാറ്റാബേസിന്റെ സെക്ഷൻ. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ API കണക്ഷൻസ്, അതേപോലെ ഡാറ്റാബേസ്, SQL റിലേറ്റഡ് സെക്ഷൻസ് ഉണ്ട്. ക്വറി ചെയ്തിട്ടൊക്കെ ഇപ്പോൾ ബാക്ക് എൻഡിൽ നിന്നും ഫ്രണ്ട് എൻഡിൽ നിന്നും വരുന്ന APIs കണക്ക്. API എന്ന് വെച്ചാൽ ബാക്ക് എൻഡിലും ഫ്രണ്ട് എൻഡിലും, അതേപോലെ തന്നെ ഇതിന്റെ മൊബൈൽ സൈഡിലും വെബ്സൈറ്റ് സൈഡിലും രണ്ടും രണ്ട് അപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവും. ഇത് തമ്മിൽ കണക്ട് ചെയ്യണമല്ലോ. അതേപോലെ ഫ്രണ്ട് എൻഡിലുള്ള സോഫ്റ്റ്വെയറും ബാക്ക് എൻഡിലുള്ള സോഫ്റ്റ്വെയറും സെപ്പറേറ്റ് ആയിരിക്കും. അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യണമല്ലോ. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നിൽക്കുക. ഇപ്പൊ മാക്സ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. മാക്സ് ഫാഷന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടെ അതിലേക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നത് ബാക്കിൽ നിന്ന് ഒരാളല്ലേ. അത് എന്തായിരിക്കും? വെബ്സൈറ്റ് ആയിരിക്കും. ആ വെബ്സൈറ്റ് ഒരാളായിരിക്കും മാനേജ് ചെയ്യുക, മൊബൈൽ ആപ്പ് യൂസേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. സോ ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒരാൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ അത് ഈ ഒരു വെബ്സൈറ്റിലുള്ള ബാക്ക് എൻഡിലുള്ള അഡ്മിൻ അത് കാണണം. സോ ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷൻ ആണ് API എന്ന് പറയാം. ഈ API കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടീം ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിന്റെ ഡാറ്റാസ് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ട് അത് മാനേജ് ചെയ്യാൻ ഡാറ്റാബേസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. അത് തുടങ്ങിയിട്ട് വേറെയും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഈ പറഞ്ഞതൊക്കെ എന്താണ്? ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് സൈഡാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സൈഡാണ്. ഇതേപോലെ തന്നെ ഡിസൈനിങ്ങും വരുന്നുണ്ട്. ഇപ്പോ കുറച്ചൊരു കൊറോണയുടെ കുറച്ച് കാലം മുന്നേ, ഒരു 2018-19 മുതലാണ് ഈ ഒരു ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡും കൂടെ ഈ ഡെവലപ്പിംഗിലേക്ക് വരുന്നത്. ഇനി ഒരു സോഫ്റ്റ്വെയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം സർവീസ് ബേസ്ഡ് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഒക്കെ ഒരു സ്വന്തം ഡെവലപ്പേഴ്സ് ആണ് അത് ഡെവലപ്പ് ചെയ്തത്. അതേ സമയത്ത് നമുക്കിപ്പോ നമ്മളൊരു ഷോപ്പ് തുടങ്ങുകയാണ്, ഇപ്പൊ ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഷോപ്പ് തുടങ്ങുകയാണ്. നമുക്കിപ്പോ ഇതിനെ പറ്റി വലിയ പിടുത്തൊന്നുമില്ല. അപ്പം ഇപ്പൊ ഒരു ബൊട്ടീക്കാണ്, അതല്ലെങ്കിൽ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഇതിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ടെക്നിക്കൽ നോളജിൽ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു IT കമ്പനീനെ മീറ്റ് ചെയ്തിട്ട് അവരോട് എന്ത് പറയും? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് തരാൻ പറയും. സോ ഇങ്ങനെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ടാവും. അതാണ് ഒട്ടുമിക്ക കമ്പനീസും അങ്ങനെ ഡെവലപ്പേഴ്സ് ആണ്, ഏജൻസി ഡെവലപ്പേഴ്സ് എന്ന് പറയും. സോ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കാലം മുന്നേ വരെ, ഒരു 5-8 കൊല്ലം മുന്നേ വരെ എന്താണ് നമ്മളിപ്പോൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ്, ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി എന്തിലായിരിക്കും ഉണ്ടാവുക? ഏതെങ്കിലും ഒരു പേപ്പറിലോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോസ്റ്റർ പോലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ വാട്സപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, വാട്സപ്പ് ആക്ച്വലി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നുള്ള ഇപ്പോൾ 2010 ഫേസ്ബുക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ബാർ ഒന്നും കാണാൻ വലിയ ഭംഗിയില്ല. ജസ്റ്റ് ഒരു ബ്ലൂ കളർ മാത്രമാണ്, അവിടെ ജസ്റ്റ് ലോഗോ മാത്രമേ ഉള്ളൂ. താഴെ ഫുൾ വൈറ്റ് കളറിൽ ജസ്റ്റ് കുറച്ച് ടെക്സ്റ്റുകളും ഒരു ടെക്സ്റ്റ് ഫീൽഡും മാത്രമേ ഉള്ളൂ. ഇത് കാണാൻ വലിയ ഭംഗിയില്ല എന്നൊക്കെ പറയും. സോ അന്ന് അത് എന്താണ് ചെയ്തത്? ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു ഡിസൈനർ പേപ്പറിൽ വരച്ചു കൊടുക്കും. എന്നിട്ട് ഒരു ഫോട്ടോഷോപ്പിലോ ഇല്ലസ്ട്രേറ്ററിലോ ജസ്റ്റ് എന്ത് ചെയ്യും? അതിന്റെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള ചെറിയൊരു ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് ഈ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുക. അപ്പം എന്താണോ ഒരു ഡിസൈനർ ഡെവലപ്പർക്ക് കൺവേ ചെയ്യാൻ വിചാരിച്ചത്, അതിന്റെ ഒരു 100% എന്തായാലും ഡെവലപ്പർക്ക് കിട്ടില്ല. ഡെവലപ്പർക്ക് കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് ഡെവലപ്പർ അത് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് എങ്ങനെയാണോ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകുന്നത് അത് ക്ലയന്റിന് കാണിച്ചു കൊടുക്കും. ക്ലയന്റ് മിക്കവാറും ഒരു 50% അല്ലെങ്കിൽ 70% സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഉണ്ടാവുള്ളൂ. എന്നാലും അത് വെച്ചിട്ട് മുന്നോട്ട് പോകും. സോ ഇങ്ങനെയായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതേ സമയത്ത് ഇപ്പൊ ഒരു 2018-2015 മുതൽ ഇപ്പൊ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനീസിലൊക്കെ ആണെങ്കിൽ 2018 മുതൽ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് എല്ലാ കമ്പനീസിലും ഉണ്ട്. ഇപ്പം അവരെ UI ഡിസൈനേഴ്സ്, UX ഡിസൈനേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഗൂഗിളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ മാത്രം അറൌണ്ട് 21 കാറ്റഗറീസ് ഓഫ് ഡിസൈൻ ഉണ്ട് ഓരോ സെക്ഷനും. സോ UX ഡിസൈനർ ആണെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ, ഫേസ്ബുക്കിലേക്ക് ആദ്യമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ, ഈ ഫേസ്ബുക്കിനേക്കാളും ഇൻസ്റ്റഗ്രാം എടുക്കാം, ഇൻസ്റ്റഗ്രാമിലേക്ക് ആദ്യമായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇന്റർഫേസിലേക്ക് കടക്കുന്നതിന് മുമ്പ് അയാൾക്ക് ഒരു അക്കൗണ്ട് വേണം. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ലോഗിൻ ചെയ്യണം. ആ ലോഗിൻ ചെയ്ത് വരുമ്പോൾ ഇതായിരിക്കും ഇതിന്റെ ഇന്റർഫേസ്. ഏറ്റവും ടോപ്പിൽ സ്റ്റോറീസ് ഉണ്ടാവും. അതിന്റെ ഏറ്റവും ലെഫ്റ്റിലായിട്ട് നമ്മുടെ ഒരു സ്റ്റോറി, അവർ സ്റ്റോറി ആഡ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും. പിന്നെ ന്യൂസ് ഫീഡ് ഉണ്ടാവും. പിന്നെ ഏറ്റവും താഴെ നാവിഗേഷൻ ബാറിൽ നോട്ടിഫിക്കേഷൻസിലേക്ക് പോകാനും അതേപോലെ തന്നെ അങ്ങനെ ഓരോ സെക്ഷൻസ് ഉണ്ടാവും. സോ
ഇതൊക്കെ ഏത് രീതിയിലാണ് യൂസർക്ക് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നവരാണ് UX ഡിസൈനേഴ്സ്. ഈ UX ഡിസൈനേഴ്സ് ആക്ച്വലി ഈ പ്രോഗ്രാം ചെയ്യുന്നോ കോഡ് ചെയ്യുന്നോ ചിത്രം വരയ്ക്കുന്നൊന്നുമില്ല. ഒരു ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പോ നമുക്കറിയാം നമ്മുടെ ഈ തമ്പ് ആയിട്ടുള്ള ഈ ഒരു ഫിംഗർ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, ഫോൺ യൂസ് ചെയ്യുക. സോ തമ്പ് എവിടേക്ക് എത്തുക അവിടെയാണ് നമ്മൾ നമ്മുടെ എല്ലാ നാവിഗേഷൻ ബാറും വരുന്നത്. സോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് യൂസർ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ട് ഓരോ ആപ്ലിക്കേഷനും അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് UX ഡിസൈനേഴ്സ്. അത് ഈ ഒരു UX ഡിസൈനർ ആണെങ്കിലും UI ഡിസൈനർ ആണെങ്കിലും ഭയങ്കര ട്രെൻഡിങ് കോഴ്സ് ആണ്. UX ഇതിനെ സെപ്പറേറ്റ് എന്ത് വേണ്ട, ഒരു കോഴ്സോ കാര്യങ്ങളോ വേണ്ട. നമുക്ക് ഒരു ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് കയറാനുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഈ ഒരു UX ഡിസൈനർ, UI ഡിസൈനർ എന്നൊക്കെ വെച്ചാൽ. പിന്നെ UI ഡിസൈനർ എന്ന് പറയുമ്പോൾ ഇതിന്റെ കളേഴ്സ് ചൂസ് ചെയ്യുക. അപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിൽ വൈറ്റ് കളറാണ്, അതേപോലെ ബ്ലൂ കളറിലാണ് കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് വൈറ്റ് ആണ്. പിന്നെ ഓരോ സെക്ഷൻസ് ഇങ്ങനെയാണ് വരിക. ഇതിന്റെ സ്ക്രോൾ ബാർ ഇങ്ങനെ വരിക. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലൂ കളറാണ് വരുന്നത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുന്നവരാണ് UI ഡിസൈനേഴ്സ്. അതുപോലെ ഇന്ററാക്ഷൻ ഡിസൈനേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് ചെയ്യുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഹാർട്ടിന്റെ സിമ്പിൾ ജസ്റ്റ് ഒന്ന് പോപ്പപ്പ് ചെയ്തിട്ട് ഒന്ന് മിനിമൈസ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ ചെറിയൊരു ഇന്ററാക്ഷൻ വരുന്നുണ്ടല്ലോ, ഒരു മോഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയും. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ഇപ്പോൾ ജിയോ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അവരുടെ പുതിയ അപ്ഡേറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരുപാട് കെറോസിൽസ് ഉണ്ടാവും, ഒരുപാട് ഫിലിമിന്റെ പോസ്റ്റേഴ്സും ട്രെയിലേഴ്സും ഒക്കെ. അത് അങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഒരു സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് സ്വൈപ്പിംഗ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലല്ല, സോറി, ഹോട്ട്സ്റ്റാറിലാണെങ്കിൽ ഹോട്ട്സ്റ്റാറിന്റെ ഓരോ സെക്ഷൻസ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന മോഷൻസ് ആണെങ്കിലും ഇന്ററാക്ഷൻസ് ആണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ആണ് വരുന്നത്. സോ ഇതൊക്കെ ഇന്ററാക്ഷൻ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി ഇതിനൊക്കെ BCA പഠിക്കണമെന്ന് ചോദിച്ചാൽ ഇത് ഡിസൈൻ ചെയ്യാൻ ആക്ച്വലി BCAയുടെ ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഒരു ഡിസൈനർ മാത്രം ആയാൽ മതി, ഏതെങ്കിലും ഒരു ഡിസൈൻ ടൂൾ യൂസ് ചെയ്ത് ഡിസൈനർ ആയാൽ മതി. പക്ഷെ ഒരു IT ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിലേക്ക് അവർക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവരെന്താണ് നോക്കുക, ഇന്ന കാര്യങ്ങൾ ഈ ഒരു ടെക്നോളജി ഒക്കെ അറിയുന്ന ഒരു ഡിസൈനർ ആണോ, സോ അവനെ പിക്ക് ചെയ്യാം. ഇപ്പൊ ഒരു 100 റെസ്യൂമുകൾ ഇപ്പൊ ഒരു പുതിയൊരു ഓപ്പണിംഗ് ഉണ്ടെന്ന് നോക്കുക, ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഒരു വാക്കൻസി ഉണ്ട്. ആ വാക്കൻസിയിലേക്ക് ഒരാളെ ഹയർ ചെയ്യുമ്പോൾ അവർക്കൊരു 100, 150, 200 റെസ്യൂമുകൾ വരും. ഇതിന്ന് റെസ്യൂം വെച്ചിട്ട് ഇവര് സോർട്ട് ചെയ്യൽ എങ്ങനെയാണ്, അവരുടെ കമ്പനിയിലേക്ക് സ്യൂട്ട് ആയിട്ടുള്ള അവരുടെ പ്രൊജക്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി സ്കിൽ ആയിട്ടുള്ള ആളാരാണ് അവരാണ് ചൂസ് ചെയ്യുക. സോ ഒരു ഇന്ററാക്ഷൻ ഡിസൈനർ ജസ്റ്റ് ഒരു ഫിഗ്മ അല്ലെങ്കിൽ ഇലിസ്ട്രേറ്റർ അതല്ലെങ്കിൽ ബ്ലെൻഡർ ഒക്കെ പോലത്തെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ഡിസൈൻ മാത്രം അറിയാം. അതേ സമയത്ത് IT കമ്പനികളിലെ അവരുടെ പ്രൊഡക്റ്റുകളുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിസൈനർ ആണെങ്കിലും അത് അയാളുടെ മൾട്ടി സ്കില്ലാണ്. സോ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ഏതെങ്കിലും ഒരു എന്താ പറയാ ഡെവലപ്പിംഗ് ടൂളിന്റെ കൂടെ ഈ ഒരു ഡിസൈനിങ് സ്കില്ലും കൂടെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ എക്സൽ ചെയ്യാൻ പറ്റും. സോ ഇതൊരു സോഫ്റ്റ് സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ വിഷ്വൽ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ മൂവി പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ട്രെയിലേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ മെല്ലെ സ്കിപ്പ് ചെയ്യാണ്. സോറി, ഇതിന്റെ ടൈറ്റിൽ മാറിയിട്ടുണ്ട്. ഇത് കുറച്ച് സെക്ഷൻസ് ആണ്, കുറച്ച് ടെക്നോളജീസ് ആണ്. പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ്, SQL, ജാവ, PHP, C#, C++, ടൈപ്പ് സ്ക്രിപ്റ്റ്, ഗോലങ്, അതുപോലെ റസ്റ്റ്, R, സ്വിഫ്റ്റ്, C, റൂബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇനിയിപ്പം ഹഡൂപ്പ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ഡാറ്റയുടെ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് എമർജിങ് ടെക്നോളജീസ് വരുന്നുണ്ട്. ഇനി ഇതിനൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ BCAയുടെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളാണ് വേർഡ് പ്രസ് ഡെവലപ്പിംഗ്. വേർഡ് പ്രസ് എന്ന് വെച്ചാൽ CMS ആണ്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇപ്പം ജസ്റ്റ് നമുക്ക് യൂട്യൂബ് നോക്കിയിട്ട് മാത്രം പഠിക്കാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യും, ഇതിന്റെ വെബ് ഡിസൈനിങ്ങും HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കും. അതിന്റെ കൂടെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ടൂളാണ് വേർഡ് പ്രസ്.
ഈ വേർഡ് പ്രസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിന്റെ ജസ്റ്റ് കുറച്ച് കോഡിംഗ് ഒക്കെ വെച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പരിപാടിയാണ്. ഒന്ന് യൂട്യൂബിൽ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടു നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് കോഡൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. കുറച്ച് ബാക്ക് കുറച്ച് കോഡുകൾ, ചെറിയൊരു നോളജ് ഉണ്ടായാൽ മാത്രം മതി. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വിക്സ്, വീബ്ലി ഒക്കെ പോലത്തെ. അങ്ങനെ അതൊരു ബേസിക് സ്റ്റെപ്പ് ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ഒരു 4th സെമസ്റ്ററും 5th സെമസ്റ്റർ ഒക്കെ എത്തുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ മൊബൈൽ ഡെവലപ്പിംഗിലേക്ക് എത്തും. മൊബൈൽ ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഒരു സെക്ഷൻ ആണെന്ന് പറയാം. ഈ വെബ് വെച്ച് നോക്കുമ്പോൾ മൊബൈൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് കേസ് ആണ്. ഇപ്പൊ ഫ്ലട്ടർ പോലത്തെ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഡാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ലാംഗ്വേജ് ആണ് വരുന്നത്. അങ്ങനത്തെ ലാംഗ്വേജിൽ അധികം താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതേപോലെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് AI പ്രോംപ്റ്റിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂളുകൾ ഇപ്പം എമേർജിംഗ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ജസ്റ്റ് നമുക്ക് കോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ വേണ്ടി തന്നെ വരില്ല. ഡയറക്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിട്ടുള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് വരും. അപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്, അങ്ങനെ ആകുമ്പോൾ AI വരുമ്പം നമുക്ക് ഇതിൽ ഒരുപാട് ജോബുകൾ നഷ്ടപ്പെട്ടു പോവില്ല എന്നുള്ളത്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഒരുപാട് പേരെ ജോലി പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ വെച്ചിട്ട് ഒരുപാട് ജോബുകൾ വന്നു. അതേപോലെ തന്നെ ഇപ്പോ ഒരു IT മേഖലയിലുള്ള ഒരാൾക്ക് AI വരുമ്പം ജോലി പോകുന്നതിന് പകരം അയാൾ കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ് ലെവലിൽ ഒന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ അയാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് ജോബാണോ ആ ജോബിന് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഈസി ആക്കാൻ പറ്റും. ഇപ്പോ ChatGPT വന്നപ്പോൾ എന്ത് ചെയ്തു, ഇത്രയും കാലം ഈ പല എംപ്ലോയീസും എന്ത് ചെയ്താ ജസ്റ്റ് ഗൂഗിൾ ചെയ്യും. ഗൂഗിളിൽ എന്നിട്ട് തപ്പി ഇങ്ങനെ പോകും. ഒരു വെബ്സൈറ്റുകൾ ഇങ്ങനെ തപ്പി, റെഡിറ്റ് പോലത്തെ ഒരുപാട് വെബ്സൈറ്റിൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ നോക്കി പോകും. എന്നിട്ടിപ്പോ ഒരു 2 ഹവേഴ്സിനോട് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ജസ്റ്റ് ഡയറക്റ്റ് ഒരു എന്തെങ്കിലും ഒരു കോഡിൽ എറർ ഉണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ സ്നിപ്പറ്റ് എന്ത് ചെയ്യും, കോപ്പി ചെയ്തിട്ട് ChatGPT പേസ്റ്റ് ചെയ്തിട്ട് ChatGPT ചോദിക്കാണ് എന്താണ് ഇവിടെ എറർ വരുന്നത്, സോൾവ് ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്തതാണ്. സോ 2 ഹവേഴ്സ് ഉള്ളത് 5 മിനിറ്റ് ആയിട്ട് ചുരുക്കുന്ന അത്രയും ഒരു എന്താ പറയാ വർക്ക് ഈസിനെസ് ആണ് നമ്മളെ AI ടൂൾസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഡിസൈനിങ്ങിന്റെ കേസിലാണെങ്കിൽ പ്രോംപ്റ്റിംഗ് വെച്ചിട്ട് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈൻ വെച്ചിട്ട് നമ്മളിപ്പോ 2 മണിക്കൂർ കൊണ്ട് ചെയ്ത ഒരു പ്രൊജക്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള 1 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്രയും പ്രൊജക്ടുകൾ കൂടുതൽ ചെയ്യാം എന്നുള്ളതാണ് AIന്റെ ഒരു മെച്ചം പറയണത്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോ ഇതിനകത്ത് എല്ലാത്തിന്റെയും ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടുമെന്നല്ലേ പറഞ്ഞത്? അതായത് ബാക്ക് എൻഡ് ആയാലും ഫ്രണ്ട് എൻഡ് ആയാലും ഇതിന്റെയൊക്കെ ബേസിക്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ പ്രാക്ടിക്കലും ഉണ്ടാവുമോ അതോ തിയറി വൈസ് മാത്രമായിരിക്കുമോ? പ്രാക്ടിക്കലും ഉണ്ടാവും. അതായത് ഇത് പാരലൽ ആയിട്ടാണ് പോവുക. ഈ കമ്പ്യൂട്ടർ സയൻസിലുള്ള എല്ലാ കോഴ്സുകളും തിയറി എന്താണോ പറയുന്നത് അതിന്റെ കൂടെ തന്നെ പ്രാക്ടിക്കലും ചെയ്തു പോകണം. അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും അതിന്റെ തുടക്കം മുതലേ പ്രാക്ടിക്കൽ നോളജ് ആണ് ഉണ്ടാവുക. ഈ അൽഗോറിതംസ്, ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ കഴിഞ്ഞ ഡയറക്റ്റ് നമ്മൾ പ്രാക്ടിക്കലിലേക്കാണ് ഇറങ്ങുന്നത്. എന്നിട്ട് ഓരോ പ്രോബ്ലംസും പ്രാക്ടിക്കലായിട്ട് സോൾവ് ചെയ്തിട്ട് തന്നെ പോകണം. ഓക്കെ ഓക്കെ. അതേപോലെ ഫൈനൽ പ്രോജക്റ്റ് അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അതിൽ വരുമ്പം നമ്മുടെ പ്രിഫേർഡ് ടെക് ആയിരിക്കുമോ അതോ? അത് ഒരു യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചാണ്. ഇഗ്നോന്റെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴത്തെ റൂൾസ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റീസിലുള്ളത് നമ്മുടെ ഈ ഒരു കോഴ്സിൽ പഠിച്ചിട്ടുള്ള ഏതൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അഥവാ പുതിയ ഏതെങ്കിലും എമേജിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ടെക് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്താണ് ഗൈഡുമായിട്ട് ഇൻഫോം ചെയ്താൽ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു പ്രൊഡക്റ്റ് അതല്ലെങ്കിൽ സെൽഫ് ഡെവലപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സബ്മിറ്റ് ചെയ്യാന്നുള്ളൂ. അത് എത്രത്തോളം നന്നാക്കുന്നോ അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ഒരു ജോബിലേക്ക് എത്താൻ പറ്റുന്നതാണ് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. ഞാനൊക്കെ ഡിഗ്രിക്ക് എന്താ പറയാ അവിടുന്ന് ഇവിടുന്നും കോപ്പി അടിച്ചിട്ടും പിന്നെ അതേപോലെ നമ്മളെ കൂടെയുള്ള എല്ലാവരും ക്യാഷ് എടുത്ത് വാങ്ങിയിട്ടൊക്കെ ജസ്റ്റ് ആ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് MCAക്ക് പോയി. MCAക്ക് 2 പ്രൊജക്റ്റ് ഉണ്ട്. 2 പ്രൊജക്റ്റും അതേ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കുക ഇനി എന്താ ചെയ്യാന്ന്. ആക്ച്വലി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും സ്വന്തമായിട്ട് വർക്ക് ചെയ്തിട്ട് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അവര് ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞപ്പം തന്നെ പ്ലേസ്ഡ് ആയി കമ്പനി കയറിപ്പോയി. ഈ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതൽ കാര്യം. ഇപ്പോൾ
എന്താണ് HTML, എന്താണ് വെബ് ഡിസൈനിങ് എന്നുള്ളത് മാത്രമേ നമ്മൾ കോഴ്സിൽ പഠിക്കുകയുള്ളൂ. ഇത് ഏത് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഇതൊരു സോഫ്റ്റ്വെയർ ആയിട്ട് മാറുന്നത്, ഇത് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുക. ഇപ്പോൾ HTML കേസ് എടുക്കുകയാണെങ്കിൽ HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റ് എന്താന്ന് പഠിക്കും. പക്ഷെ അത് മൂന്നും കൂടെ വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ആ വെബ്സൈറ്റ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യും, ആ ഹോസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ അത് ലൈവ് ആവുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രൊജക്ടിന്റെ സമയത്താണ് നമ്മൾ പഠിക്കുക. സോ ആ ഒരു പ്രൊജക്ടിന്റെ സമയമാണ് നമുക്ക് ക്രൂഷ്യൽ ആയിട്ടുണ്ടാവും. അവിടെയാണ് അത്രയും കാലം പഠിച്ചതിന്റെ ഒരു റിസൾട്ട് വരുന്നത് അവിടെയാണ്. ഹലോ സർ, സർ ഹലോ. ഇപ്പൊ പറഞ്ഞു നമ്മളിപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ടീച്ചിങ് ഫീൽഡിലോട്ട് ഈ BCA കഴിഞ്ഞാല് അല്ലെങ്കിൽ MCA കഴിഞ്ഞാല് നമുക്ക് ടീച്ചിങ് ഫീൽഡിലേക്കും പോയിക്കൂടെ ഇതിന്? പോകാൻ പറ്റും. ഓക്കെ, അതിനിപ്പം എങ്ങനെയായിരിക്കും? ഇതേ സെയിം ക്രൈറ്റീരിയ ആയിരിക്കും BCA കഴിഞ്ഞാൽ MCA എടുത്ത് B.Ed അങ്ങനെയാണോ പോകുന്നത്? അത് ഈ BCA കഴിഞ്ഞിട്ടാണ് MCA എടുക്കുന്നത്. MCAയിൽ ഇതിന്റെ കുറച്ചുകൂടെ, ഇപ്പൊ BCAയിൽ എന്താണ് പഠിച്ചത് അതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലാണ്. ഇപ്പൊ ജാവ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജാവന്റെ അഡ്വാൻസ്ഡ് ജാവ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതേപോലെ നെറ്റ്വർക്കിംഗ് ആണെങ്കിൽ നെറ്റ്വർക്കിംഗ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകും. പിന്നെ R ലാംഗ്വേജ്, അതേപോലെ ബിഗ് ഡാറ്റ ബിഗ് ഡാറ്റ ഒക്കെ BCAയിൽ വളരെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. MCAയിലേക്ക് വരുമ്പോൾ ഒരു പേപ്പർ കംപ്ലീറ്റ് ബിഗ് ഡാറ്റയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഗ്രാജുവേഷനിൽ എന്താണ് പഠിച്ചത് അതിന്റെ ഡീപ്പ് ലെവലിലുള്ള കാര്യങ്ങളാണ് MCAയിലേക്ക് വരുന്നത്. ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത് BCA കംപ്ലീറ്റ് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, PGക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ MCAയിലും MSc കമ്പ്യൂട്ടർ സയൻസിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെറ്റ് വേണമെന്നില്ല, ഡയറക്റ്റ് നെറ്റ് എഴുതിയാൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം, സെറ്റിന്റെ ആവശ്യമില്ല. MCA കംപ്ലീറ്റ് ചെയ്താൽ +2 വരെയുള്ള ക്ലാസ്സുകൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഈ ജോബ്സ് ഒക്കെ സ്ട്രെസ് ഉള്ളതാണോ? ആക്ച്വലി സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട്, ഇപ്പോൾ ഇന്ന് ഞാനൊരു പോർട്ട്ഫോളിയോ കണ്ടു, ഒരു 23, 24 ഏജ്, 22 ഏജ് എങ്ങാനുള്ളൂ. സെക്കൻഡ് BTech കഴിഞ്ഞപ്പോഴേക്കും ആക്ച്വലി ഈ ഡിസൈനിങ് ഫീൽഡിലുള്ള ടോക്കാണ്. ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ UI UX ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫിഗ്മ, FIGMA. ഈ ഫിഗ്മ എന്ന് വെച്ചാൽ ഇപ്പോ നമ്മളെന്താ പറയാ, ഒരു കുത്തകയാണ്, വേറെ ഒരാളും ഇപ്പോ വെല്ലാനില്ല. ആക്ച്വലി അഡോബിന്റെ XD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതേപോലെ ആപ്പിളിന്റെ സ്കെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് ഡിവൈസുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാനുള്ള സ്കെച്ച് ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂപ്പുകുത്തി ഈ ഫിഗ്മന്റെ മുന്നിൽ. ഇപ്പൊ ഫിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും ടോപ്പ് ലെവലുള്ള ഒരു അപ്ലിക്കേഷനാണ്. ഈ അപ്ലിക്കേഷന്റെ ഒരു ആനുവൽ കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ടാവും എല്ലാ വർഷവും ജൂൺ ജൂലൈ സമയത്താണ് ഉണ്ടാവുക. അതിന് ഇവനെ എന്താ പറയുക, ഇരിങ്ങാലക്കുട എങ്ങാനുള്ള ഒരു ചെക്കനാണ്. ഇവനെ ഡയറക്റ്റ് അവരെന്ത് ഇൻവൈറ്റ് ചെയ്തു. ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡിഗ്രി പഠിക്കുന്ന കൂടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഓരോ വെബ്സൈറ്റുകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഡിസൈനിങ് മാത്രമല്ല ഡെവലപ്പിംഗും ഉണ്ട്. ഡെവലപ്പ് ചെയ്തിട്ട് ഈ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും ഡയറക്റ്റ് ഇവരെ ഈ കോൺഫിഗിന് വേണ്ടിയിട്ട് ആകെ ഇന്ത്യയിൽ നിന്ന് 2-3 ആൾക്കാരെ പോകാറുള്ളൂ. അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ഇവനാണ്. ഇവനോട് ഞാൻ ഇന്ന് സംസാരിച്ചു പോകുമ്പോൾ പറഞ്ഞത്, ജസ്റ്റ് പാഷൻ എന്നുള്ള നിലയ്ക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്തു എന്നാണ്. അപ്പൊ നമ്മൾ എന്താണോ ഏത് ജോബിലേക്കാണോ പോകാനിരിക്കുന്നത് അതിനെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു പാഷനാക്കി മാറ്റിയിട്ട് അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ ഒന്നും സ്ട്രെസ് ഉണ്ടാവില്ല. പിന്നെ സ്ട്രെസ് വരുന്നത് നമ്മളിപ്പം ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് എടുക്കാം. നമ്മളിപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആണെന്ന് നോക്കുക. ആ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ മാസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ വരുന്ന എന്ത് ഇഷ്യൂസിനെ നമുക്ക് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകളോ അതല്ലെങ്കിൽ നമുക്ക് ലാക്ക് ഓഫ് നോളജ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, വോയിസ് ഇടാൻ പറ്റൂല. ഇപ്പൊ ഒരു കമ്പനിയുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ നമ്മുടെ ഭാഗത്ത് എല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും അവിടെ റേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അഥവാ നമ്മുടെ കമ്പനി നമുക്ക് സ്യൂട്ടബിൾ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കമ്പനി സ്വിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്നോളജിയിൽ മാസ്റ്റർ ആണെങ്കിൽ അതിന്റെ എല്ലാ ABCD അറിയെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ജോബിനെ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡിസൈനിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, എല്ലാവരും അപ്രൂവ് ചെയ്യും. അപ്പം എവിടെയാണ് ഈ സ്ട്രെസ് വരിക എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ലാക്ക് ഓഫ് നോളജ് ആയിരിക്കും, അതല്ലെങ്കിൽ
നമ്മുടെ മാനേജേഴ്സിന്റെ ഇഷ്യൂ ആയിരിക്കും. അതൊക്കെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഈ ഒരു IT മാത്രമല്ല, എല്ലാ കോപ്പറേറ്റീവ് ജോബുകളും സ്ട്രെസ്ഫുൾ ആണ്. അപ്പോൾ സ്ട്രെസ് റിലീസിംഗ് ആയിട്ട് എന്തൊക്കെ ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇടക്കിടക്ക് മടുപ്പ് വരുന്ന പോലെ ആണെങ്കിൽ ഇടക്കിടക്ക് ജോബ് സ്വിച്ച് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ കരിയർ സ്വിച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോ ഉള്ളൊരു കാര്യമാണ് കരിയർ സ്വിച്ചിങ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ജോബിൽ കയറിയാൽ മാക്സിമം ഒരു 5 വർഷം മാത്രമേ ജോബിൽ നിന്നിട്ട് പിന്നെ കരിയർ സ്വിച്ച് ചെയ്യാം. ഏറ്റവും കൂടുതൽ UX ഡിസൈനേഴ്സ് ആയിട്ട് വരുന്നവരൊക്കെ ഈ ഒരു ടൈപ്പാണ്. ആക്ച്വലി UX ഡിസൈനർ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് റിലേറ്റഡ് കാര്യമാണ്. അപ്പോൾ ഒരു 5 കൊല്ലോ 8 കൊല്ലോ ഒക്കെ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ ഏത് രീതിയിലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, യൂസേഴ്സ് ഏത് രീതിയിലാണ് ഉണ്ടാവുക, ക്ലയൻസ് ഏത് രീതിയിലാണ് ഉണ്ടാവുക, കലക്കി കുടിച്ചിട്ടുണ്ടാവും. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യും, യൂസേഴ്സിന് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഇയാൾ ജോബ് സ്വിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാനേജറോ അതല്ലെങ്കിൽ UX ഡിസൈനറോ ഒക്കെ ആവും. UX ഡിസൈനർ ആയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഇപ്പൊ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ ഏത് രീതിയിലാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കുന്ന ആളാണ് UX ഡിസൈനർ. സോ UX ഡിസൈനർ ആയിട്ട് വരുന്ന പലരും ഇങ്ങനെ ഒരു കരിയർ സ്വിച്ച് ആയിട്ട് വരുന്നവരാണ്. അത് കോഡ് ചെയ്തിട്ട് മടുത്തു, ഇനിയിപ്പോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ കോഡ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൽ മാത്രം ടൈപ്പ് ചെയ്യല്ലേ, അപ്പം അതൊരു ചടപ്പായിരിക്കും. അപ്പം ഈ ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ എന്ന് പറയുമ്പോൾ ക്ലയൻസുമായിട്ട് സംസാരിക്കാനുണ്ടാവും, ഫീൽഡിൽ പോയിട്ട് സംസാരിക്കാനുണ്ടാവും, അതേപോലെ തന്നെ നമ്മളെ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ടോക്ക് ഉണ്ടാവും, ഇന്റർവ്യൂസ് ഉണ്ടാവും. അങ്ങനെ കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ജോബാണ്. സോ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ മാത്രമാണ്. അപ്പം നമ്മളിപ്പോൾ മൾട്ടി സ്കിൽഡ് ആണെങ്കിൽ, മൾട്ടി ടാലന്റഡ് ആണെങ്കിൽ, ഒന്നിലധികം ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിക്കാം. ഇപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ഒരു മാസം ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിട്ട് അടുത്ത മാസം ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ കോഡിങ്ങിൽ കുറച്ച് ക്രേസ് ഉള്ളവരുണ്ടാവും. അവര് ഒരു മാസം എന്ത് ചെയ്യും, Node.js വർക്ക് ചെയ്യും, അടുത്ത മാസം Vue.js വർക്ക് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ മൊബൈൽ ആപ്പിൽ വർക്ക് ചെയ്യും. അങ്ങനെ തുടങ്ങിയിട്ട് ഇതിനൊരു പാഷനായിട്ട് കണ്ടാൽ, ഡെവലപ്പിങ്ങിന് ഒരു പാഷനായിട്ട് കണ്ടാൽ ഓരോ ടെക്നോളജീസ് ഇങ്ങനെ പഠിച്ചെടുക്കുക. ഓരോ ടെക്നോളജീസിലും ഇപ്പൊ എല്ലാത്തിനും ബേസ് ഒന്നായിരിക്കും, എങ്ങനെയാണ് വർക്കിംഗ് കംപ്ലീറ്റ് ഒന്നായിരിക്കും. പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൽ ഒന്നുമില്ല. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റ്, ഇപ്പൊ ജുഡിയോന്റെ ജുഡിയോക്ക് വെബ്സൈറ്റ് ഇല്ലല്ലേ, ഇപ്പം ആമസോണിന്റെ വെബ്സൈറ്റ് പോലെയല്ല ഫ്ലിപ്കാർട്ടിന്റെ ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന അനിമേഷൻസ് അല്ല രണ്ടിലുള്ളത്. ഇപ്പൊ മിൻഡർ എടുക്കുമ്പോൾ വേറെ രീതിയിലുള്ള ഇന്ററാക്ഷൻസ് ആണ്. ഇതെന്തുകൊണ്ടാണ്, ഇത് ഓരോന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ഓരോ ടെക്നോളജീസ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ഇപ്പോ അതെല്ലാം അറിയുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ തന്നെ മിൻഡർ ഉണ്ടാക്കി, ഞാൻ തന്നെ ഫ്ലിപ്കാർട്ട് ഉണ്ടാക്കി, ഞാൻ തന്നെ ആമസോൺ ഉണ്ടാക്കി. മൂന്ന് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ മൂന്നിന് യൂസ് ചെയ്ത് 3 ടെക്നോളജീസ് ആണ്. അപ്പോൾ അങ്ങനെ മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ള ആളാകുമ്പോൾ ഈ ജോബ് ഇങ്ങനെ സ്വിച്ച് ചെയ്യുക, ടെക്നോളജി സ്വിച്ച് ചെയ്യുക, കരിയർ സ്വിച്ച് ചെയ്യുക എന്നൊക്കെ വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ പറ്റും. മെത്തേഡ് ഓഫ് ലേണിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലേൺ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഇതിന്റെ ഒരു ലോജിക്ക് പഠിക്കണം. ലോജിക്ക് പഠിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കാൽക്കുലേറ്ററിൽ 1ഉം 2ഉം കൂട്ടിയ 3 കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് കമ്പ്യൂട്ടർ, ഈ കാൽക്കുലേറ്ററിന് ആരോ ഒന്ന് മുന്നേ പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. ഈ 1 പ്രസ് ചെയ്തിട്ട് പ്ലസ് പ്രസ് ചെയ്തിട്ട് 2 പ്രസ് ചെയ്താൽ അതിന് ശേഷം ഈക്വൽ ടു പ്രസ് ചെയ്താൽ 3 വരണം എന്നുള്ളത് ഓൾറെഡി പ്രോഗ്രാംഡ് ആണ് കമ്പ്യൂട്ടറിൽ. ഓരോ സംഗതികളും എന്താ പ്രോഗ്രാംഡ് ആണ്. നമ്മളൊരു പ്രോഗ്രാമിംഗ് ലെവലിൽ ചിന്തിക്കണം. അതായത് എവിടെ നിന്നാണോ ഈ ഒരു സംഗതി തുടങ്ങേണ്ടത് അവിടേക്ക് പോയി ചിന്തിക്കണം. അപ്പോ നമ്മളിപ്പോ യൂസർ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മളൊരു ഡെവലപ്പർ പെർസ്പെക്റ്റീവിലേക്ക് പോകുമ്പോൾ, ഇപ്പോ ഇൻസ്റ്റഗ്രാമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു യൂസർ വന്നിട്ട് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കണം, അവിടെ പോപ്പപ്പ് വരണം. എന്നിട്ട് എവിടേക്കാണ് ഷെയർ ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റോറിയിലേക്ക് ഇടണോ, അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണോ, അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്യണോ എന്നുള്ളതൊക്കെ ആ ഒരു ഇന്റർഫേസ് വരുന്നുണ്ട്. അത് ഇയാൾ ഇവിടുന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പം ആ ഒരു ഡിസൈനർ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോജിക്ക് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഏത് ലാംഗ്വേജും സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നമ്മൾ ഇതിന്റെ ഒരു ലോജിക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യത്തെ 1-2 സെമ്മിൽ അൽഗോറിതംസ് പഠിക്കാനുണ്ടാവും. അൽഗോറിതംസും ഫ്ലോ ചാർട്ടും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. കാരണം ഈ അൽഗോറിതംസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അൽഗോറിതംസിലാണ് ഇതിന്റെ ഈ ഒരു ലോജിക്ക് കിടക്കുന്നത്. സോ ഈ ഒരു എങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്നുള്ളത്, ഇപ്പം 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ കൂട്ടുക എന്ന് പറയുമ്പോൾ
നമ്മൾ ആലോചിക്കുമ്പോൾ 1, 2, 3 ഇങ്ങനെ ആഡ് ചെയ്ത് പോകണമെന്നാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കമ്പ്യൂട്ടറിനോട് തന്നെ ജസ്റ്റ് നമ്മൾ വേറൊരു മെത്തേഡ് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഫീസിബിൾ ആയിട്ട് വരിക? 1 മുതൽ 100 വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ടാവും. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഒരു പ്രോഗ്രാമിംഗ് ലോജിക്. അങ്ങനത്തെ കുറച്ച് ലോജിക്കുകൾ ആദ്യം പഠിച്ചെടുക്കുക. അത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും പഠിക്കുക. മിക്കവാറും സിയോ C++ വെച്ചിട്ടായിരിക്കും പഠിക്കുക. അത് പഠിച്ചിട്ട് ഇനി സിയോ C++ അല്ല നമ്മുടെ ലാംഗ്വേജ്. അത് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് മാത്രമാണ്. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഏതൊരു യൂണിവേഴ്സിറ്റിയിലുള്ള ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിയോ C++ ആയിരിക്കും പഠിക്കുക. പക്ഷെ അതാണ് ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ്. പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പൈത്തൺ. അതായിരിക്കും ലാസ്റ്റ് പഠിക്കുക. അതിന്റെ ഒരു അപ്രോച്ച് ടോപ്പ് ബോട്ടം അപ്രോച്ച് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ലാംഗ്വേജ് നമ്മൾ പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം സിമ്പിൾ ആണ്. സോ ആദ്യം C++ അല്ലെ സിയോ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സിലബസിൽ ഏതാണല്ലോ അതിനനുസരിച്ച് പഠിച്ചാൽ മതി. ലോജിക്ക് യൂസ് ചെയ്യണ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലാംഗ്വേജസ് ഇങ്ങനെ മാറി മാറി പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ മാസ്റ്റർ ആയ പിന്നെ ഈ ഒരു ലാംഗ്വേജ് ഔട്ട്ഡേറ്റഡ് ആയാലും കുഴപ്പമില്ല, നമുക്ക് പുതിയ ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ഇതിന്റെ സിന്റാക്സ് ഒക്കെ കിട്ടും. എല്ലാത്തിലുള്ള ഒരേ കാര്യങ്ങളാണ്. ഇപ്പം ഒന്നുമില്ല, പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് C++ൽ ഇതിൽ സി ഔട്ട് ആണ്, സിയിലുള്ളത് പ്രിന്റ് ഓഫ് ആണ്, പൈത്തണിലുള്ളത് എക്കോ ആണ്. ഇത് 3 വേർഡുകൾ മാത്രമേ മാറ്റുള്ളൂ. അതേ സമയത്ത് അതെല്ലാം തരുന്നത് എന്താണ്? ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ടിൽ എന്താ ചെയ്യുക, ഏതെങ്കിലും നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. സോ ഇതിൽ ഏതൊക്കെയാണ് വേരിയൻസ് വരിക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ പുതിയൊരു ലാംഗ്വേജ്, ഞാനിപ്പോ C++ഉം ജാവയും പഠിച്ച ഒരാളാണെങ്കിൽ നാളെ പുതിയൊരു ലാംഗ്വേജ് വന്നു, ആ ലാംഗ്വേജ് എനിക്ക് വേണമെങ്കിൽ ഒറ്റ ഇരുത്തത്തിൽ വേണമെങ്കിൽ കംപ്ലീറ്റ് പഠിച്ചെടുക്കുക. ഇനിയിപ്പോ പഠിക്കണമെന്നില്ല, ഇതൊന്നും കാണാതെ പഠിക്കണമെന്നില്ല. ഈ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാം ഇതെല്ലാം കാണാതെ കലക്കി കുടിച്ചിരിക്കുന്നവരല്ല. ഇതെങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ ഈ ഒരു സ്കില്ല് യൂസ് ചെയ്ത് ലോജിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് മാത്രമേ അറിയുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമ്മളും ഇതേപോലെ തന്നെ ChatGPTയും ഗൂഗിളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇതിന്റെ സോൾവ് ചെയ്ത് പോകുന്നത്. സോ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ലോജിക്കും ഇതിന്റെ റീസണിങ്ങും ഒക്കെ മനസ്സിലാക്കുക. എന്നാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. മാത്സ് എങ്ങനെ എത്രത്തോളം ടഫ് ആണെന്നൊന്ന് പറയാൻ കഴിയുമോ? 2 സെമ്മില് വരുന്നില്ലേ? മാത്സില് ഈ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പിന്നെ എനിക്കറിയില്ലടാ സത്യം പറഞ്ഞാല്. അത് വേറൊരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് സിലബസ് ഡീറ്റെയിലിംഗ് വേറൊരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞുതരും. ഓക്കെ ഓക്കെ ഓക്കെ. മാത്സ് ബേസിക് ആയിട്ടുള്ള മാത്സുകൾ മാത്രമാണ് വരുന്നത്. ബേസിക് മാത്സ് എന്ന് പറയുമ്പോൾ +2 ലെവലുള്ള മാത്സുകളിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. ഓക്കെ ഓക്കെ. ഓക്കെ, ഇന്ന് നമ്മളോടൊപ്പം ഈ സെഷനിൽ സാർ നന്നായിട്ട് തന്നെ നമുക്ക് ഇൻ ഡെപ്തിൽ ഓരോ ഏരിയയെ പറ്റി നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, അതോടൊപ്പം നമ്മളോടൊപ്പം സ്നേഹ മാം ഉണ്ടായിരുന്നു. മാമിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുകൂടാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഈ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സെഷൻസിലെല്ലാം ഓരോ ആക്ഷൻ ടാസ്ക് ചെയ്തിരുന്നു. ഈ ഒരു സെഷനിൽ നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ സാർ നമുക്ക് ഏറെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറഞ്ഞു തന്നിരുന്നു. നമ്മളുടെ ആക്ഷൻ ടാസ്കിൽ പറയുന്നത് ടേക്ക് എനി വൺ occupation or field that we talked about in this session and explore more on that and share your findings in the group chat. അതായത് ഈ നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ആ ഓരോ ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഓരോ ഫീൽഡിൽ നിന്നും നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ എടുക്കുക, അതിനെപ്പറ്റി കൂടുതലും നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു സ്മോൾ നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ പറഞ്ഞേക്കുന്നത് സെലക്ട് എനി വൺ occupation which looked interesting to you, explore more on that by searching in the internet. അപ്പോൾ നമ്മൾ ആ ഒരു ജോബിനെ പറ്റി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, ടോക്കിംഗ് ടു സം വൺ ഓൾറെഡി വർക്കിംഗ് ഇൻ ദാറ്റ് ഫീൽഡ്, ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക.
മേക്കിംഗ് എ ലിസ്റ്റ് ഓഫ് യുവർ ഡൗട്ട്സ് റിലേറ്റഡ് ടു ദിസ് ഫീൽഡ്. അപ്പം നമ്മൾ ഇത്രയും സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഡൗട്ട്സ് വരും. ആ ഡൗട്ട്സും കൂടെ നോട്ട് ചെയ്യുക. ഓക്കെ, you can do any one step out of the above or all them and just share your finding. അങ്ങനെ നിങ്ങളുടെ ഫൈൻഡിങ്സ് ഒബ്സർവേഷൻസ് കൺസേൺ മെന്ററിന് ഷെയർ ചെയ്ത് തരിക. ഓക്കെ.